പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ജീവൻ പകരണമേ. ചക്ര പോലെ രണ്ടായി മാറ്റിയ അഭിഷേകക്കാരിൽ അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചക്ര പോലെ രണ്ടായി മാറ്റിയ അഭിഷേകക്കാരിൽ അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ചെങ്കടലോട് രണ്ടായി മാറ്റിയ അഭിഷേകക്കാരിൽ അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടലോട് രണ്ടായി മാറ്റിയ അഭിഷേകക്കാരിൽ അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഒരു തകർച്ചകള് ഈശോയുടെ നാമത്തില്, മരവിച്ചു നിൽക്കുന്ന അവസ്ഥകള് ഈശോയുടെ നാമത്തില് മാറിപ്പോകട്ടെ. രോഗങ്ങള് ഈശോയുടെ നാമത്തില് വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ, കഴുകപ്പെടട്ടെ. അവയവങ്ങള്, രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, കരരോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഹർഷത്ത് രോഗങ്ങള്, അൾസർ രോഗങ്ങള് യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. മക്കളില്ലാത്ത അവസ്ഥകള്, വൈവാഹിക തടസ്സങ്ങള്, മക്കളില്ലാത്ത അവസ്ഥകള്, വഴി മുട്ടിപ്പോയവര്, വരുമാനം മുട്ടിപ്പോയവര് യേശുവിന്റെ നാമത്തില് വാതിൽ തുറക്കട്ടെ, യേശുവിന്റെ നാമത്തില് വാതിൽ തുറക്കട്ടെ. വേദങ്ങള്, ദുരിതങ്ങള്, ദുരിത അവസ്ഥകള് യേശുവിന്റെ നാമത്തിൽ മാറ്റി. തടസ്സങ്ങള്, ഭവനമില്ലാത്ത അവസ്ഥകള്, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകള്, കേസിൽ അകപ്പെട്ടു പോയിരിക്കുന്നവര്, ജയിലിൽ കിടക്കുന്നവര്, ജയിലിലേക്ക് വഴിയില്ലാതെ നിയമപരമായ തടസ്സങ്ങളുള്ളവര് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മരിച്ചു വേർപെട്ടു പോയിരിക്കുന്നവരെ, അതിന്റെ വേദന അനുഭവിക്കുന്നവരെ കർത്താവിന്റെ അഭിഷേകം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥിരതയില്ലാത്തവരെ, വരുമാനത്തിന്റെ അടിസ്ഥാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, വഴി അടഞ്ഞു പോയവരെ കർത്താവിന്റെ നാമം തുറക്കപ്പെട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദൈവവിളികള് നൻപെടുത്തിരിക്കുന്നവരെ, ദൈവവിളികള് മനസ്സിൽ ഈശോ അഭിഷേകമായി തോന്നിച്ചിരിക്കുന്നവരുടെ മേൽ അത് സ്ഥിരീകരണത്തിന്റെ ആത്മാ അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന വർഷങ്ങളായ പല പല കാര്യങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ, മരുന്നിൽ മരിക്കണമെന്ന് തോന്നിക്കുന്നവരുടെ മേലെ കർത്താവ് തീരുമാനം എടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. In the name of Jesus Christ be healed. ശുദ്ധജീവികളുടെ കടികൾ കൊണ്ടും ചില മരുന്നുകൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള പരസ്പര വിരുദ്ധമായ മരുന്നുകൾ പലപ്പോഴും കഴിച്ചിട്ട് അതിൻ്റെ തന്മാത്രയുടെ കോമ്പൗണ്ടിൻ്റെ പെശകൾ കാരണം ചിലർക്ക് വിഷരക്തം ഉണ്ടായിട്ടുണ്ടെന്ന് ഈശോ പറയുന്നു. അവരുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം വിശുദ്ധമായ രക്തത്താൽ നിന്റെ ശരീരം ആരോഗ്യസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്ന സന്ദേശമുണ്ട്. വല്ലാത്ത മരവിപ്പും അവിചാരിതമായ തളർച്ചയും ഒക്കെ അനുഭവിക്കുന്ന ശരീരങ്ങളെ നിമിഷം ശരീരത്തിൽ കൈകൾ വെച്ചുകൊണ്ട് മനസ്സിൽ
വിശ്വാസപ്രമാണം ചെയ്തിട്ട് കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണ്. ചിലരുടെ തലയിൽ തെറ്റായ ധാരണകൾ നൽകിയിട്ട് ഗതി പിടിക്കാത്ത അവസ്ഥകൾ, എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചാൽ അത് ഇന്നത് കൊണ്ടാണ്, എൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും, ഞാനൊരു കാലത്തിന് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന മനസ്സിൻ്റെ തലവിധികൾ കർത്താവ് പൊളിച്ചെഴുതുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ ധാരണകളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിന്തകളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിത ദൈവത്തിന് നമ്മുടെ ഇടയിൽ അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ബിബ്ലിക്കൽ ഫോർമുലയാണത്. ബൈബിളിൻ്റെ വെളിപാട് കാലം മുതൽ തന്നെയുള്ള ഒരു ബൈബിൾ സൂത്രവാക്യമാണ് ഉടമ്പടി. ദൈവത്തിൻ്റെ പവർ, നമ്മൾ പവർലെസ്സായി കഴിയുമ്പോൾ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ ബോഡിയുടെ ഒരു കുഴപ്പമാണ്. നമ്മുടെ മനസ്സ്, കർത്താവ് പറഞ്ഞില്ലേ, ബോഡിക്ക് എപ്പോഴും ഒരു പ്രശ്നം, ഒരു വീക്ക്നെസ് ഉണ്ടാകും. മനസ്സൊക്കെ പവർഫുള്ളാകും, പക്ഷേ മനസ്സ് എത്തുന്ന സ്ഥലത്തേക്ക് ശരീരം നടന്നെത്തത്തില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു അസസ്മെൻ്റ് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ പച്ച പിടിച്ച് കിടക്കുന്നത്. എന്താണ്? ദൈവം അവസാനം ഇത് വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യും, വിലയിരുത്തും. എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വാതിൽ, ധാരണയുടെ ഒരു വാതിൽ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കണം. ഒരിക്കലും അടക്കാത്തൊരു വാതിലാണത്. ഏത് കാലാവസ്ഥയിലും നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കർത്താവ് കാർഡ് നമ്മളെ കാണിക്കും. അത് വലിയൊരു ആശ്വാസമാണ്. എന്താണ്? നിനക്ക് മനസ്സുണ്ട്, പക്ഷേ നിൻ്റെ ശരീരം വീക്കാണ്. അതെന്ത് രസമാണ് കേൾക്കാൻ. അതെപ്പോഴാണ്? ചോര വിയർക്കണ സമയത്ത് പോലും നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. കൈയടിക്കട്ടെ. ഈശോയുടെ സ്നേഹമൊക്കെ അളന്നിട്ടുള്ള രാക്ഷസന്മാരുണ്ട്. ആധ്യാത്മിക ദൈവസ്നേഹത്തിൻ്റെ രാക്ഷസ രൂപങ്ങൾ. അവരൊക്കെയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഒരു വാതിൽ എപ്പോഴും നമ്മളെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഫസ്റ്റ് അജണ്ടയല്ല. അതാണ് നമ്മളിങ്ങനെയൊക്കെ, നമ്മുടെ കോൺഫിഡൻസിൻ്റെ ആധാരം അതാണ്. ദൈവദർശനത്തിന് വരുന്നൊരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് ബേസിക് പ്രിൻസിപ്പിളല്ല. ഇപ്പോൾ അമേരിക്കൻ വിസയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മളെ അവരെ നാട്ടിൽ കയറ്റാതിരിക്കുന്ന ബേസിക് പ്രിൻസിപ്പിളാണ്. അതിനവർ പല പല കാര്യങ്ങൾ പറയും, പല പല വിഷയങ്ങൾ, പല നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെല്ലാം എന്താണ്? ദയവായിട്ട് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തേരെ, ഞങ്ങളിവിടെ എങ്ങാനും ജീവിച്ചു പോട്ടെ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ അവർ ഉള്ള, ഇപ്പം ഞാൻ ചിക്കാഗോയിൽ നമ്മുടെ പുതിയ മാർപ്പാപ്പയുടെ വീട്ടിൽ പോയി. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴ് വൈറ്റ് താമസിക്കുന്നില്ല. എവിടെയെങ്കിലും വൈറ്റ് താമസിക്കണില്ല, എന്നുവെച്ചാൽ വെള്ളക്കാർ താമസിക്കണില്ല അവിടെ. ഞങ്ങൾ ചെല്ലുമ്പോഴെല്ലാം നീഗ്രോസാണ് ഞങ്ങളെ അവിടെ. ഒരു നീഗ്രോ എന്ന് നമുക്ക് പറയാൻ പാടില്ല, അതൊക്കെ വലിയ അവിടെയെല്ലാം ഭയങ്കര ക്രിമിനൽ കുറ്റമാണ്. നമ്മൾ ബ്ലാക്ക് എന്ന് പറയും അവിടെ. ബ്ലാക്കുകളാണ് വന്ന് ഞങ്ങളെ സ്വീകരിച്ചത്. അവിടെയെങ്കിലും വൈറ്റ്, പണ്ട് വൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ ഈ ബ്രൗൺ അല്ലെങ്കിൽ ഇന്ത്യൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻസ് ബ്ലാക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഈ വൈറ്റ് പതുക്കെ പതുക്കെ അവിടുന്ന് മാറും, അവർ മാറിപ്പോകും. ഒരു ചേച്ചി, ഒരു ഇന്ത്യക്കാരത്തി എന്നോട് പറഞ്ഞ്, ഞാൻ വെളുപ്പിന് 2 മണിക്ക് എഴുന്നേക്കും. എന്താ കാര്യം? എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് താമസിക്കുന്നത് വൈറ്റാണ്, അവർക്ക് നമ്മുടെ മസാലയുടെ മണം കേട്ട അപ്പം ഛർദ്ദിക്കുമെന്ന്. അപ്പം നമുക്ക് നിസ്സാരമല്ലേ വിഷയം സീരിയസാണ്, ഭയങ്കര സീരിയസാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മസാലകളൊന്നും ഉപയോഗിക്കരുത്. കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് എൻ്റെ അണുബോംബ് പൊട്ടിക്കണ പോലെ മണം സഹിക്കാൻ പറ്റാതെ. അത് അല്ലെങ്കിലും കടുകിനൊരു വിടക്ക് മണമാണ് നമുക്കറിയാം.
അപ്പോൾ ഇത് ഓരോ മനുഷ്യന്മാർക്കും ഓരോ സംസ്കാരമല്ലേ, തമ്മിൽ യോജിക്കത്തില്ല ഒരിക്കലും, ഓരോ സംസ്കാരമാണ്. അതുകൊണ്ട് ബേസിക് പ്രിൻസിപ്പിൾ ആൾക്കാരുടെ റിജക്ഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റിജക്ഷനാണ്. മനുഷ്യന്മാരുടെ ബേസിക് പ്രിൻസിപ്പിൾ സ്നേഹമല്ല. ശരിക്കും പറഞ്ഞാൽ സ്നേഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾക്കൊള്ളുന്നതല്ല, അക്കോമഡേറ്റ് ചെയ്യുന്നതല്ല, റിജക്റ്റ് ചെയ്യുന്നതാണ്. അത് ഇന്ത്യൻ സംസ്കാരമുണ്ട്, റിജക്ഷനുള്ളതാണ്. കണ്ട, നമസ്കാരം എന്നൊക്കെ പറയത്തില്ലേ, എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം കൊണ്ട് ജീവിച്ചോളാം, എന്നെ തുറണ്ട, നീ നിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങളുടെ അങ്ങോട്ട് സ്തുതി പറയും, ഇങ്ങോട്ട് സ്തുതി പറയും. അപ്പോൾ നമ്മളതിനൊക്കെ കുറച്ച് കോണോട്ടേഷൻ, കുറച്ച് അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെതല്ല നിൻ്റെതാണെന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ ബേസിക് ഇത് ഹിന്ദുയിസത്തിൻ്റെ അല്ല. ഇത് ഈ നമസ്കാരമൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ ഓർക്കും അത് ഹിന്ദുയിസത്തിൻ്റെ ആണല്ലോ, ഹൈന്ദവ സംസ്കാരമല്ല, ബൗദ്ധിസ്റ്റ് സംസ്കാരമാണ്. യവന്മാരതിൻ്റെ ആണിക്കല്ലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തൊടരുത്, ഞാൻ നിന്നെയും തൊടത്തില്ല. അത് സംഭവം അവേർഷനാണ്. മനുഷ്യൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അങ്ങനെയല്ല, അങ്ങനെയാണ് ശരിക്കും. അത് അകത്തും പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ രീതിയിൽ അടിസ്ഥാന പ്രിൻസിപ്പിൾ ഇതാണ്. അതുകൊണ്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും, ഏതെങ്കിലും വകുപ്പ് കണ്ടുപിടിക്കും. അവരിന്ന ജാതിയാണ്, അവർ നമ്മുടെ ആൾക്കാരല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യന് വിഭാഗീയതയുടെ മതിലുകൾ കിട്ടും. ഈശോയുടെ ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം മതിലുകൾ പൊളിക്കുക എന്നാണ്. ആ മതിലെങ്ങനെ പൊളിച്ചെന്ന് പൗലോസ് പറയുന്നുണ്ട്. അവൻ ശരീരം കൊണ്ട് മതിലുകൾ പൊളിച്ചു വന്ന്. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന, യേശുവേ ആരാധന. എഫേസോസ് 2-ാം-അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. എഫേസോസ് 2:14. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ നമ്മുടെ സമാധാനം. കേട്ട് പറയുക, അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. ദിസ് ഈസ് വൈ ഐ പ്രൊമോട്ട് ജീസസ്. എന്തുകൊണ്ടും നിങ്ങൾ ജീസസിനെ പരിചയപ്പെടണം. കാരണം എന്താ, അവന് ജാതിയില്ല, മതമില്ല. മനുഷ്യനെ വേർതിരിക്കുന്ന മതിലുകൾ, അവൻ പാപത്തിൻ്റെ മതിലുകൾ അവൻ്റെ ശരീരം കൊണ്ട് അവൻ ഇടിച്ചു തകർത്തു. എന്താണ്, ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ടേക്ക് ദ ബ്രെത്ത് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോരയിൽ നിന്ന് വീണ്ടെടുത്തവനേ, പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോരയിൽ നിന്ന് വീണ്ടെടുത്തവനേ, വീണ്ടെടുത്തു.
കൊരിന്തോസ് 5:17. 2 കൊരിന്തോസ് 5:17. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അതിന്റെ താഴെയുള്ള വചനങ്ങൾ വായിച്ച്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അപ്പൊ സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ എന്താ? അത് ബേസിക്കായിട്ട് രമ്യതയുടെ സുവിശേഷമാണ്. കേരളത്തിന് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പോർട്ടുഗീസുകാർ ഇവിടെ കാല് കുത്തുന്നവരെ ഇവിടെ ക്രിസ്ത്യാനികളില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് എന്താണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണമെന്ന്? നിങ്ങൾ ചരിത്രം നല്ലതായിട്ട് പരിശോധിച്ചാൽ മതി. പോർട്ടുഗീസുകാർ ഇവിടെ കാല് കുത്തുന്നത് വരെ ഇവിടെ ക്രിസ്ത്യൻസ് ഇല്ലായിരുന്നു. ഇവിടെ സ്വർണത്തിൻ്റെ കുരിശൊക്കെ വെച്ചിട്ട് ഈ നമ്പൂതിരിമാരെ പോലെ കുടുംബങ്ങൾ കെട്ടി കുറേ ആൾക്കാർ നസ്രാണി വേഷം കെട്ടി നടക്കുമായിരുന്നു. അത് നസ്രാണി വേഷമാണ്. ദേ ആർ നോട്ട് ക്രിസ്ത്യൻസ്. അത് കാരണം ഒരു മനുഷ്യനെ ഇവർ ക്രിസ്ത്യനാക്കിയിട്ടില്ല. ആരെങ്കിലും ഒരാളെങ്കിലും ജ്ഞാനസാരപ്പെട്ട ചരിത്രമുണ്ടാ? ഈ പോർട്ടുഗീസുകാർ ഇവിടെ വരുന്നവർ ആരെങ്കിലും ഒരാൾ ജ്ഞാനസാരപ്പെട്ട ചരിത്രമുണ്ടാ? പ്രേക്ഷിത വേലയുടെ ചരിത്രമുണ്ട്? ഇല്ല. എന്താ കാര്യം? താഴെയുള്ളവരെ അവർണരെന്ന് വിളിക്കുന്നവരെ ഇവിടെ നസ്രാണി ഇവിടെ വന്നപ്പോൾ തന്നെ എന്ത് ചെയ്ത് അവർ നമ്പൂതിരിയുടെ റാങ്കിലേക്ക് വന്ന്. കാര്യം അത് ബിസിനസ്സുകാരായിരുന്നു. എല്ലാവരും തന്നെ ബിസിനസ്സുകാരായിരുന്നു. എക്സ്പോർട്ടേഴ്സ് ആയിരുന്നു എല്ലാവരും. അപ്പോൾ രാജാക്കന്മാർക്ക് നല്ല പണം കിട്ടി. അവർക്ക് ഒത്തിരിയേറെ ഈ നമ്മുടെ തരിശാപ്പള്ളി ശാസനങ്ങൾ പോലെ ഒത്തിരി ആനുകൂല്യങ്ങൾ നൽകി. പകൽ വിളക്കുകൾ, പടിപ്പുരകൾ, പാവാട എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഈ ആൾക്കാർ നടന്നു പോകുമ്പോൾ പരവതാനി വിരിച്ചു കൊടുക്കും. അതിനാണ് പാവാട എന്ന് പറയുന്നത്. നസ്രാണി പ്രഭുക്കന്മാർ പണ്ട് നടന്നു പോകുമ്പോൾ പരവതാനി വിരിച്ചു കൊടുക്കും. അതിന് പാവാട. അത് നമ്മൾ കൊടുക്കുന്ന പാവാട അല്ല, പകൽ വിളക്കെന്ന് പറയും. വാസ്കോഡിഗാമ കോഴിക്കോട് വന്ന് ഇറങ്ങുമ്പോൾ സാമൂതിരി വരുമ്പോൾ സാമര് മുമ്പിൽ ഒരാൾ വിളക്ക് പിടിച്ചിട്ട് വരും. ഉച്ച 12 മണിക്ക് വിളക്ക് പിടിച്ചിട്ട് വരും. എന്താ? പകൽ വിളക്ക്. അയാളുടെ ഔന്നത്യത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ അതൊരു ആഢ്യതയുടെ പ്രതിരൂപങ്ങളായിരുന്നു. അപ്പോൾ ഈ ആഢ്യതയിൽ അഭിരമിച്ചുകൊണ്ട് കർത്താവിനെ മറന്നുപോയൊരു സമൂഹമാണ് നമ്മുടേത്. എന്താ കാര്യം? കർത്താവിന് കൈമാറിയാൽ അവർണരെ കൂടെ ഇവർക്ക് സഹകരിക്കേണ്ടി വരും. അതുകൊണ്ട് സഹകരിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവർണരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സുവിശേഷ വിലക്കുമില്ല. തങ്ങളുടെ ജാതി വിട്ടിട്ടൊരു കളിയില്ല. അപ്പോൾ ദൈവത്തെക്കാൾ പ്രാധാന്യം ജാതിക്ക് കിട്ടിയ കാലം. അതെന്തുകൊണ്ട് അങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? ഒറ്റ കാരണമേ ഉള്ളതിന്. അതിൻ്റെ കാരണം സുവിശേഷം സ്വീകരിക്കാതെ വിശ്വാസം സ്വീകരിച്ചു. അതാണ് വിഷയം. സുവിശേഷം കേരള സഭയ്ക്ക് പറ്റിയ അടിസ്ഥാന രോഗം എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷം സ്വീകരിക്കാതെ വിശ്വാസം സ്വീകരിച്ച്. ഇത് പോർട്ടുഗീസുകാർ വന്നതിന് ശേഷവും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഡോക്ട്രിന ക്രിസ്തം പോലെയുള്ള ചില പുസ്തകങ്ങൾ ഫ്രാൻസിസ് ഇവരൊക്കെ എഴുതുമ്പോഴും അവർ കൂദാശകളെ പഠിപ്പിക്കും, അതുപോലെ കാറ്റക്കിസം പഠിപ്പിക്കും, പക്ഷേ സുവിശേഷം പഠിപ്പിക്കത്തില്ല. അതാണ് ഒരു ഗോസ്പലൈസ്ഡ് കമ്മ്യൂണിറ്റിയും ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഫെയ്ത്ത് കമ്മ്യൂണിറ്റി അതിൻ്റെ സവർണ മേധാവിത്വത്തിൽ നിലനിൽക്കുകയും അവർണനായ യേശുവിനെ പുറത്തേക്ക് തള്ളുകയും ചെയ്യും. ഇത് സുവിശേഷ വിരുദ്ധമായ ഒരു സാക്ഷ്യമാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ്റെ ശരീരം കൊണ്ട് ഈ മതിലുകൾ പൊളിച്ചതാണ്. പക്ഷെ നമ്മൾ അവൻ്റെ പേരിൽ തന്നെ സാത്താൻ ഈ ജാതി മതിലുകൾ പണിയപ്പെടുകയും മനുഷ്യൻ്റെ രക്ഷ നിഷേധിക്കുകയും ചെയ്തിട്ടൊരു കാലമുണ്ടായി. അതുകൊണ്ട് ഇതിനെ എപ്പോഴും ഓർത്തേക്കണം. ക്രിസ്തുവിനെയാണ് നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് യോജിച്ച എല്ലാം സ്വീകരിക്കുക. ശ്രുതികട ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ
നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഏതെങ്കിലും ഒരു വകുപ്പ് വെച്ചുകൊണ്ട് യേശുവിനെ അവഗണിക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ ജഡിക ശ്രമങ്ങൾ, ഈ ജഡിക ശ്രമങ്ങൾക്കെതിരെയാണ് കർത്താവിൻ്റെ വചനം എന്താണ് പറയണത്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹെബ്രായർ 13:5. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ഒരു പ്രഖ്യാപിതമായ നിലപാട് ദൈവത്തിൻ്റെ. മനുഷ്യന്മാർ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ തിരിയാൻ നോക്കും മനുഷ്യന്മാർ. അപ്പം നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവവും നിലപാടുകളും നയങ്ങളും ഒക്കെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുക. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. ഹെബ്രായർ 13:5 ഏറ്റു പറഞ്ഞ് ഞാൻ ഒരു വിധത്തിലും നിന്നെ അവഗണിക്കുകയില്ല. നമ്മൾക്ക് ചങ്കുറപ്പോടുകൂടി വരാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം എന്ത് തന്നെയായാലും ഈ മനുഷ്യന്മാർക്കൊരു കുഴപ്പമുണ്ട്. അതായത് 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയാണ് മനുഷ്യൻ ഈ തെറ്റുകളെല്ലാം ചെയ്ത് കൂട്ടുന്നത്. ഈ 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ എന്ന് വെച്ചാൽ അവർ ആ സമയത്ത് ഇവരുടെ ബ്രെയിൻ ഇങ്ങനെ ഹൈജാക്ക് ചെയ്യും. എന്നിട്ട് അവർ വ്യഗ്രത കൂടും അവർക്ക്. അപ്പോൾ സെൽഫ് അസെർട്ട് ചെയ്യാനുള്ള ഈ വ്യഗ്രതയിൽ അവർ ദൈവത്തെ മറന്നു പോകും, സുവിശേഷത്തെ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൾക്കാർ PR ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാമെന്നൊക്കെ പറയണത്. അതാണ് PR-ഉം കല്യാണമായിട്ട് എന്ത് ബന്ധം? PR-ഉം കല്യാണമായിട്ട് ഒരു ബന്ധമില്ല. PR ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കത്തുള്ളതെന്നൊക്കെ പറയണില്ല ആൾക്കാരില്ലേ? അതെന്താ കാര്യം? അതാണ് വിഷയം. ഇനി ഞാൻ പ്രസവിക്കണ കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം കിട്ടിയാൽ മാത്രമേ ഞാൻ അമേരിക്കയിൽ പോയി പ്രസവിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നില്ലേ? എന്തെല്ലാം രീതിയാണ് ഇപ്പോൾ ആൾക്കാരുടെ മാറിയിരിക്കണത്. ഇവിടുന്ന് 1 മാസമോ 2 ആഴ്ചയെ പ്രഗ്നൻ്റായിട്ട് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് 10 മാസമായിട്ട് അവിടെ പ്രസവിച്ചിട്ട് അവിടുത്തെ പൗരത്വം മേടിക്കും. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ ഈ 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവർ ഒരു അജണ്ട ഫിക്സ് ചെയ്യും. ഈ അജണ്ടയുടെ അകത്ത് അവർക്ക് മനസാക്ഷിക്കും ദൈവത്തിനും സുവിശേഷം നിരക്കാത്ത എന്തെങ്കിലും വന്നാലും ഇവർ തട്ടിക്കളയും. അതും കാര്യമില്ലെന്ന് പറയും. അതും കാര്യമില്ല. ഇപ്പം ആരാ ഇതൊക്കെ നോക്കണമെന്നൊക്കെ പറയും. ഇപ്പം ആരാ ജാതി നോക്കണം, ഇപ്പം ആരാ മതം നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആത്മാവിനെ പണയപ്പെടുത്തുന്ന കാര്യമായാലും ശരി ദൈവത്തെ മാറ്റി നിർത്തി അവരൊരു ചിന്ത തീരുമാനിക്കും. ഇങ്ങനെ കുറേ തെറ്റുകൾ മനുഷ്യന് വരും. ഇങ്ങനെ തെറ്റുകൾ മനുഷ്യന് വരുമ്പോൾ ഇതെല്ലാം ശരിക്കും കർത്താവിൻ്റെ രീതി അനുസരിച്ച് നീ അജ്ഞതയുടെ കാലഘട്ടമെന്നും പറഞ്ഞൊരു വിഷയവും എപ്പോഴും ദൈവം ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. അജ്ഞതയുടെ കാലഘട്ടമെന്ന് അത് ഈ കാലഘട്ടമാണ്. അതായത് 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള കാലഘട്ടം. ടേക്ക് ദ ബിഡപ്പോൾ അജ്ഞതയുടെ കാലഘട്ടം. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 ഹല്ലേലൂയ.
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30. അപ്പോസ്തല പ്രവർത്തനം 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇത് കണ്ട, അതായത് ഇത് വളരെ സീരിയസ് ആയിട്ട് കേൾക്കണം നിങ്ങളെ സുവിശേഷം. അതായത് ദൈവത്തിൻ്റെ ഒരു അപ്രോച്ച്, ഒരു രീതിയാണ് ഈ പറയണത്. അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. അതാണ് നമ്മുടെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. അജ്ഞതയുടെ ഒരു കാലഘട്ടം എല്ലാവർക്കും ഉണ്ടാവും. അജ്ഞതയുടെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചില ആൾക്കാർ മനഃപൂർവ്വം അബോർട്ട് ചെയ്യണില്ലേ? മനഃപൂർവ്വം അബോർട്ട് ചെയ്യും. എന്താ കാര്യം? ഇപ്പോൾ പ്രസവിച്ചാൽ അത് ശരിയാകത്തില്ല. കൊച്ചിനെ നമുക്ക് നമ്മുടെ വരുമാനം ഫിക്സായിട്ടില്ലല്ലോ. കൊച്ചിനെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അബോർട്ട് ചെയ്ത് കളയും. കൊച്ചിനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അബോർട്ട് ചെയ്ത് കളയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൻറ്റി അങ്ങനെയാണ് ചെയ്തത്, വല്യമ്മ അങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ മോഡലാക്കുന്നവർ ആൻറ്റിനെയും വല്യമ്മനെയും പണ്ട് അബോർഷൻ ചെയ്ത ആൻറ്റിനെയും വല്യമ്മനെയും മോഡലാക്കും. ഇതാണ് അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആരെയും മോഡലാക്കണത്? ഈ പാപം നിനക്ക് മുമ്പേ നേരത്തെ ചെയ്തിട്ടുള്ള നിൻ്റെ ആൻറ്റി എന്ന് പറഞ്ഞ കോമരത്തിനെയാണ് നീ മോഡലാക്കണത്. ഞാനാണ് ദൈവമെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ടാവും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം എന്താണ്? ഇതിനെ അജ്ഞതയുടെ കാലഘട്ടമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കുകയെ, അതായത് നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരിങ്ങനെ നീ വിവസ്ത്രനായിട്ട് ഈ വിറകിൽ ഒരു കോറവിറച്ചിയായിട്ട് നാളം കെട്ട് തൂങ്ങുമ്പോൾ ഇത് തന്നെ ഒരു ഓപ്പൺനെസ്സാണ് ശരിക്കും. എന്ന് വെച്ചാൽ നിൻ്റെ ഏത് കാലഘട്ടത്തിലാണ് നീ അനുതാപപ്പെട്ടെങ്കിലും നിന്നെ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണെന്ന് കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണടച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പക്ഷേ ഈശോ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അജ്ഞതയുടെ കാലഘട്ടം എല്ലാവർക്കും ഉണ്ടാകും. ദൈവം അത് കണക്കാക്കാത്ത വിധം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്താ കാരണം? ഞാൻ നിന്നെ ഒരു കാരണവശാലും തള്ളിക്കളയത്തില്ല. പക്ഷേ അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്നും കൊന്നും അജ്ഞതയുടെ കാലഘട്ടമാണെന്ന് പറയരുത്. ക്രിസ്തുവിനെ നീ അറിയാൻ അനുഭവത്തിലൂടെ ആയാലും അറിഞ്ഞില്ലേ നീ എന്നും അജ്ഞതയുടെ കാലത്തിൽ തന്നെയായിരിക്കും. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞാൽ പിന്നെന്താണ്? എന്നാൽ എല്ലായിടത്തും അറിയാനുള്ള മാർഗം എന്താ? ക്രിസ്തുവിനെ ഒരു എൻട്രൻസ് കൊടുക്കാനുള്ള മാർഗം എന്താ? ക്രിസ്തുവിനെ നിൻ്റെ ജീവിതം നീ ഉടമ്പടി എടുത്തെങ്കിൽ എൻ്റെ ഇൻഫ്രാസ്ട്രക്ചറായിട്ടേ ഉള്ളൂ. ഇപ്പോൾ വീട് വെച്ചു ഓക്കെ, ടൈൽസ് ഇട്ടു, ഇൻ്റർണൽ വയറിങ് നടത്തി, കിച്ചൺ ചെയ്തു, അതിനിപ്പോഴും പൈപ്പിൽ ഗ്യാസ് വരാൻ തുടങ്ങി, എല്ലാം ഓക്കെയാണ്. പക്ഷേ എന്താണ്? താക്കോല് കോൺട്രാക്ടർ തന്നിട്ടില്ല. അതാണ് കുഴപ്പം.
വീഡിയോ ഒക്കെയാണ്, രാജകൊട്ടാരം വരെ ഇരിക്കുക. പക്ഷെ താക്കോൽ ആരാ തന്നിരിക്കണേ? കോൺട്രാക്ട് തന്നിട്ടില്ല. എന്താ കാര്യം? അയാൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കാതെ അയാൾ താക്കോൽ തരത്തില്ല. ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന രീതി. രക്ഷയുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഓക്കെയാണ്, നിത്യത വരെയുള്ളതിൻ്റെ നിത്യസഹവാസം ഓക്കെയാണ്. പക്ഷെ താക്കോല് കിട്ടിയിട്ടില്ല. താക്കോൽ എന്താണ്? അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോഴേ എല്ലായിടത്തുമുള്ള എല്ലാവരും, അല്ലാതെ കത്തോലിക്കർ മാത്രമല്ല, CSIക്കാർ മാത്രമല്ല, എല്ലായിടത്തുമുള്ള എല്ലാവരും, ഇന്ത്യക്കാരായാലും ശരി, ആസ്ട്രേലിയക്കാരായാലും ശരി. എന്നാൽ ഇപ്പോൾ എന്നാൽ ഇപ്പോൾ എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. താക്കോൽ കോൺട്രാക്ടറുടെ കയ്യിലാണ്. മനസ്സിലായില്ലേ? രക്ഷയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെയാണ്. പക്ഷെ അകത്ത് കയറണം, ക്രിസ്തുവിൻ്റെ കൃപയുടെ അകത്ത് കയറണമെങ്കിൽ താക്കോൽ വേണം. ആ താക്കോൽ എന്താണ്? റിപ്പന്റ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. എന്താണത്? മർക്കോസ് 1:15. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മർക്കോസ് 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ അനുതപിച്ച് സുവിശേഷത്തെ വിശ്വസിക്കുന്ന ഒരു പ്രക്രിയയാണ് കേരളത്തിൽ നടക്കാതിരുന്നത്. അതാണ് വിഷയം. കേരള സഭയ്ക്ക് എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സഭ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ദേശാന്തരം സംഭവിച്ച് ഇവിടെ ശോഷിച്ചു പോകും. നോ ഡൗട്ട്. ഈ രാജ്യത്ത് ഉപ്പായിട്ട് ഈ രാജ്യത്തിന് ക്രിസ്തുവിന് കൊടുക്കേണ്ട ഒരു സഭ ഇപ്പം തിരിച്ച് വേറെ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാൻ. ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പൻഡ്. എല്ലാ രാജ്യങ്ങളും ചെല്ലുമ്പോൾ പണ്ട് കേരളത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അവിടെ കേരളം ഉണ്ടാക്കി അവിടെ ജീവിക്കുകയാണ്. ഇപ്പോൾ ഉണ്ട് 8-9 രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഇവിടുന്ന് പോയ ആൾക്കാർ അവിടെ കേരളം ഉണ്ടാക്കി അവിടെ ജീവിക്കുകയാണ്. അവിടെ സുവിശേഷ വേല ഇവിടെ അസ്തമിച്ചിരിക്കുന്നു. കർത്താവിനെ അറിയാത്ത ഈ ലോകത്ത് വന്നതിന് ശേഷം കർത്താവിനെ കൈമാറാതെ അവിടെ ജോലിക്കാര്യമായിട്ട് അവർ തിരിച്ചു വന്നവർ തിരിച്ചുപോയി. ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ നൗ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു സങ്കടവും വല്ലാത്തൊരു നഷ്ടവുമാണ്. നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നവർ വോട്ടിൻ്റെ പേരിലാണ് പിടിച്ചു നിർത്തണത്, സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ എവിടെയായിരിക്കുമ്പോഴും ഇപ്പോഴത്തന്നെ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ കർത്താവിൻ്റെ ജോലി ചെയ്തില്ലെങ്കിൽ കർത്താവിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി കർത്താവ് വേറൊരു ജനതയെ ഇവിടെ സൃഷ്ടിക്കും. That is what we are seeing now in India. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ദൈവരാജ്യത്തിന്റെ പോരാളികളാക്കി മാറ്റണമേ. വലിയ ഉടമ്പടിയുടെ വക്താക്കളാക്കി മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം ഹല്ലേലൂയ. യേശുവേ അശ്വതി എന്നും പറഞ്ഞൊരു മോള് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു. ഈ നാട്ടുകാരത്തിയാണ്, ജസ്റ്റ് കലവൂരിൻ്റെ അപ്പുറത്ത് പാതിരപ്പള്ളിയുള്ള സഹോദരിയാണ്. അപ്പം അശ്വതിയുടെ സാക്ഷ്യം, അതായത് അശ്വതിയുടെ ചേച്ചിയുണ്ട്. അപ്പോൾ ഇവർക്ക് ഉള്ളൊരു കുഞ്ഞ് ലാബാണ്, അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് പോവുകയാണ്. ലാബിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഉള്ളിലോട്ട് മാറിയ റോഡ് സൈഡിലല്ല. ആരെങ്കിലും അതുപോലെ തന്നെ കഫമൊക്കെ പരിശോധിക്കാൻ വന്നാൽ കാണത്തില്ല, ലാബ് കാണത്തില്ല, ഇത് ഉള്ളിലോട്ട് മാറിയ. അതുകൊണ്ട് അവിടെ ബിസിനസ് നടക്കണില്ല. അപ്പോൾ ഇത് പൂട്ടുമ്പോൾ അശ്വതിക്ക് തോന്നി, എങ്ങനെയോ ആരോ കൃപാസനത്തിന് ലിങ്ക് കൊടുത്ത് അമ്മയെ ഒന്ന് കാണാമെന്ന് തോന്നി.
അപ്പം അമ്മയെ വന്ന് കണ്ട് ഇവൾക്ക് ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഇല്ല. എങ്കിലും സാക്ഷ്യങ്ങളൊക്കെ കേട്ടുക തുടങ്ങിയപ്പോൾ ദൈവം ഉണ്ടെന്ന് മനസ്സിലായി. സാക്ഷ്യങ്ങൾ ഏറ്റവും വലിയ ഈ സാക്ഷ്യം പറയാതിരിക്കുന്നവരെ ദൈവദൃഷ്ടിന് ഇത് വലിയ കടവാണ് കേട്ടോ, ഓർത്തേക്കണം. നിങ്ങൾ വഴി എത്രയോ മനുഷ്യർ ദൈവത്തിലേക്ക് വരാതിരുന്നിട്ട് നിങ്ങൾ വാതിലടച്ച് കളഞ്ഞു. നിങ്ങൾ പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ നിങ്ങളെ പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ കയറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ? കർത്താവിൻ്റെ കാലത്തുള്ള വിഷയമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന, 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 ആരാധന യേശുവേ, ആരാധന. ലൂക്ക 11:52. ലൂക്ക 11:52. നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു. വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല. പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. സാക്ഷ്യം ഇതുവരെ പറയാത്തവരും അതുപോലെ തന്നെ സുവിശേഷത്തെ നിന്ദിക്കുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഇതാണ്. എപ്പോഴും നമ്മൾ വിഷയം മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾക്ക് ഇപ്പം കൃപാസനത്തിന് തന്നെ 128 മറ്റേ വീഡിയോ എതിരായിട്ട് കിടക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. കാര്യം ഈ ഒരു സോഷ്യൽ ഓഡിറ്റിങ് കഴിഞ്ഞതാണ് ഈ സ്ഥാപനം. ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയും അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഉണ്ടാകത്തില്ല. വന്നവനും പോയവനും ക്യാമറ കണ്ടവനും വിലക്ക് വാങ്ങിയവനും എല്ലാം ഒരു കവള് കൃപാസനത്തിനെതിരെ സാത്താൻ സംസാരിച്ചിരിക്കും. എത്ര വീഡിയോ ആണ്! ഓരോ വീഡിയോ കഴിയുമ്പോഴും കൃപാസനത്തിന് ആൾ നിറഞ്ഞ് കവിയാണ്. അതൊന്നും കാണുന്നില്ല. എപ്പോഴെങ്കിലും വന്നാൽ ഇവിടെ കാര്യമായിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. ഒരു ദിവസമെങ്കിലും ഡെയിലി ഇതല്ലേ അവസ്ഥ. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഇവിടെ ജനങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളാണ്. ഒരു 3-4 കൊല്ലം മുമ്പ് ഇപ്പോൾ കുറേ 10-50 വീഡിയോ ഒരുമിച്ചിറങ്ങിയപ്പോൾ ഞാനിങ്ങനെ മറുപടി ഒന്നും പറയാറില്ല. ഞാനിത് കാണാറുമില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേൾക്കുന്നതാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഒന്നും കാണത്തില്ല, ശ്രദ്ധിക്കത്തുമില്ല. ഞാൻ ശ്രദ്ധിക്കണത് എന്താണ്? എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കാൻ നോക്കുകയുള്ളൂ. കർത്താവിൻ്റെ ഒരു നിലപാടല്ലേ ഇതാ. എന്താണ്? ലോകത്തിൻ്റെ അധികാരി വരുന്നു. അധികാരി അങ്ങനെ ലോകത്തിൻ്റെ അധികാരി വരും. അതൊക്കെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ അങ്ങോട്ട് പൂർത്തിയാക്കാം. അല്ല ലോകത്തിൻ്റെ അധികാരിയെ തടുക്കാനോ പിടിക്കാനോ നമ്മൾ റെഡിയല്ല. വി ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് അവർ ടൈം. ഈ വിഷയത്തിൽ ടൈമും ഞാൻ വേസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള വീഡിയോ പോലും കാണത്തില്ല. ഞാൻ എന്നാ ചെയ്യും? എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കും. ഉടമ്പടി വൃത്തിയും മെയിനായിട്ട് എടുക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കും. എല്ലാവരും ഉടമ്പടിക്കാരാണെന്ന് ഞാൻ പറയത്തില്ല. ഉടമ്പടി ജീവിക്കുന്ന ഒരു വർഗ്ഗമുണ്ട് ഇവിടെ. അത് നിങ്ങൾക്കറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയോടെ ഉണ്ടായത്, തലമുറകൾ തോറും എൻ്റെ കുടുംബം കർത്താവിൽ ഉടമ്പടിയായി ജീവിക്കുമെന്ന്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. തലമുറകൾ തോറും പാടും ദൈവത്തിന് പാർക്കാൻ പുണ്യശ്രമമായി ഈശോയ്ക്ക് പറുദീസയായി ദൈവത്തിന് പാർക്കാൻ പുണ്യശ്രമമായി ഈശോയ്ക്ക്. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, എൻ്റെ അമ്മേ, ഈശോ തന്നൊരമ്മേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം അശ്വതി വന്ന് അമ്മയുടെ അടുത്ത് ഇരുന്ന്, നിങ്ങൾക്കറിയാവില്ലേ, ഈ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഭജന ഇരിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. എല്ലാ ദിവസവും നോക്കുമ്പോൾ ഈ കസേരയെല്ലാം നിറഞ്ഞിരിക്കും. അവർ രാവിലെ വെളുപ്പിന് വന്ന് വരുന്നവരുണ്ട്, തലേ ദിവസം വന്ന് ഇവിടെ ലോഡ്ജിലേക്ക് താമസിച്ചിട്ട് വെളുപ്പിന് രാത്രി വന്നിരിക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ ഭജനക്കാരുണ്ട്. അപ്പോൾ ഇവർ മാതാവിൻ്റെ അടുത്തേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു അഭിഷേകം അവർക്ക് കിട്ടും. കാര്യം വെച്ചാൽ ജനലക്ഷങ്ങൾ അനുഗ്രഹം പ്രാപിച്ച ഒരു വിശുദ്ധ മണ്ണിൽ നമ്മൾ വന്നിരിക്കുകയല്ലേ. അപ്പം നമ്മളിവിടെ വന്ന് വെറുതെ അങ്ങ് ഇരുന്ന് അമ്മയുടെ മുഖത്തൊക്കെ നോക്കി ഇരുന്ന് ഒരു ജപമാലയൊക്കെ ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലി, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അറിയാവുന്ന ചെല്ലി, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സങ്കടങ്ങൾ അമ്മയോട് പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു ദിവസം ഉണ്ടായി, ഒരു ദിവസം ഉണ്ടായി ആശുപത്രിയുടെ കൂടെ വേറൊരു മനുഷ്യനൊരു സാക്ഷ്യം പറഞ്ഞു. കോട്ടയത്ത് നിന്ന് ഒരു ടോമി എന്നും പറഞ്ഞു. ടോമിയുടെ ഇത് എന്ന് പറയണത് ഒരു ബേക്കറി നടത്തുകയാണ്. ബേക്കറി നടത്തി പൊളിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ടോമി വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ബേക്കറി പൂട്ടുകാൻ പോവുകയാണ്. കാര്യം ഇനി ബേക്കറിയിലെ സാധനം വാങ്ങിച്ച് വെക്കാൻ കാശില്ല. സാധനങ്ങൾ വാങ്ങിച്ച് വെക്കാൻ ബേക്കറിയിൽ പുതിയ സാധനങ്ങളില്ലെങ്കിൽ ആൾക്കാർ വന്ന് വെറൈറ്റി നോക്കിയിട്ടല്ലേ ആൾക്കാർ വാങ്ങിക്കത്തില്ല, അല്ലെങ്കിൽ വേറെ ബേക്കറിയിലോട്ട് പോകും. അങ്ങനെ ആൾക്കാർ വേറെ ബേക്കറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറെക്കൊരു ഒരു അടഞ്ഞൊരവസ്ഥയാണ്. അപ്പോൾ ഇയാളിത് പൂട്ടുകയാണ്. ഇനി ആർക്കെങ്കിലും വിൽക്കണമെങ്കിൽ വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു അമ്മയും കുഞ്ഞും ഇയാളെ കാണാൻ വരും വെളുപ്പിനെ. അത് നീ ഇത് പൂട്ടുകയാണെന്ന് ചോദിക്കൂ. എന്നിട്ട് പറയും നീ ഒരു ഉടമ്പടി എടുത്ത് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ അത് ഉടമ്പടി ഇയാൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇയാൾക്ക് എടുക്കേണ്ടത് എന്താണ്? ഡേറ്റ് ഇടുകയാണ്. ഇയാൾക്ക് അത് മനസ്സിലിങ്ങനെ ഒരു ഡേറ്റ് ഇടാം. ഡേറ്റ് ഇട്ട് എന്ത് പ്രാർത്ഥിക്കണം? ഇപ്പോൾ ഇയാൾ പ്രാർത്ഥിക്കണ ഇതാണ്, 7-ാം തീയതി ഒരു ഡേറ്റ് ഇടുക ഇയാൾ. ഇക്കാലത്തെ ദൈവാനുഭവങ്ങളെന്ന് പറയണത്, ഉടമ്പടിയുടെ ദൈവാനുഭവങ്ങൾ വേറൊരു വെറൈറ്റി ലെവലാണത്. നമ്മൾ സാധാരണ രീതിയിലല്ല. ഭയങ്കര കമ്മ്യൂണിക്കബിളാണ്. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോഴും ഇതുവരെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ഉടമ്പടിയെ അത്ര കണ്ട് മാനിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇതിൻ്റെ ഒരു മുഖമുദ്രയാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ നടക്കും, പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രേഡ് കൂടിയ സാധനം പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസാണ്. വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും, അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനം മുല്ലപ്പൂ മണമോ അല്ല മഴവില്ലോ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ദൂതന്മാരെയൊക്കെ ചെയ്യുന്നതാണ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ. കമ്മ്യൂണിക്കേഷൻസ് ഇൻട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഒരു സാക്ഷി മെനേന്നൊരു സാക്ഷ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിൻ്റെ 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വലത് കിഡ്നിക്ക് മുഴ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇതിനെ ചെത്തിക്കയറി കിഡ്നി മാറ്റണതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, അല്ല ശരീരത്തിൽ കത്തി വെക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവർ കണ്ണീരോടെ ഇരുന്ന് ഉടമ്പടി ചെയ്തിട്ട് ഈ വലത് കിഡ്നി മുഴ കണ്ട സ്ഥലത്ത്, നീര് വന്ന സ്ഥലത്ത് ഇൻഫ്ലേഷനാണ്. അതവിടെ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ സ്വപ്നത്തിൽ ഒരു പ്രത്യക്ഷീകരണം. എന്നിട്ട് പറയും, നീ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുന്നത് വലതുവശത്താണ്, പക്ഷേ കൊച്ചിൻ്റെ കിഡ്നി പോയിരിക്കുന്നത് ഇടതുവശത്തെ കിഡ്നിയാണെന്ന് പറയും. ആ സ്വപ്നത്തിൽ കമ്മ്യൂണിക്കേഷൻ കൂടെ പോക്ക് കണ്ടില്ലേ. അപ്പോൾ ഉടനെ പിറ്റേ ദിവസം ഇവളെ ആശുപത്രിയിൽ പോയിച്ചുമ്പോൾ ഈ കൊച്ചിനെ സ്കാൻ ചെയ്യുമ്പോൾ അത് ശരിയാണ്, വലതുവശത്താണ് നീരെങ്കിലും കിഡ്നി പോയിരിക്കുന്നത് കൊച്ചിൻ്റെ ഇടതുവശത്താണ്. സ്വപ്നത്തിൽ കണ്ടത് കറക്റ്റാണ്. അപ്പോൾ ഇവളെന്നാ ചെയ്യും? ഉടമ്പടി തൈലം ഇടതുവശത്തിലാൻ തുടങ്ങും. ഇടതുവശത്തിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ കൂടി അത് ചുട്ടിപ്പോവും. 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ചുട്ടിപ്പോവും. അപ്പോൾ ഈ പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ഒരു കാലത്തും കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അതായത് നമ്മൾ നേരിട്ട് വന്ന്, ദൈവത്തിന് പണ്ട് മുതലേ ഉള്ളതാണ്, ഞാൻ എൻ്റെ ജനത്തെ അവിടുന്ന് അടയാളം കാണുമ്പോൾ അവിടുന്ന് തന്നെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ലൂക്ക 1:68. ലൂക്ക 1:68. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. പറഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു. അത് അപ്പോൾ ദൈവത്തിൻ്റെ പണ്ട് മുതലേ ഉള്ളൊരു ഏർപ്പാടാണിത്. എന്താണ്? തൻ്റെ ജനത്തെ സന്ദർശിക്കുക. ഇവിടെ നമ്മുടെ മുമ്പിലുള്ളൊരു ചാലഞ്ച് എന്താണ്? ദൈവത്തിൻ്റെ ജനമായിട്ട് മാറണം. എന്നാൽ സന്ദർശനം നടക്കും. പീഡിയ വചനം എന്താണ് പറഞ്ഞ? അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ എന്താണ്? വിസിറ്റ് ചെയ്യുക, നമ്മളെ സന്ദർശിക്കുക. ആരാണ് സന്ദർശിക്കണത്? തൻ്റെ ജനത്തെ. നമ്മുടെ ചാലഞ്ച് എന്താണ്? തൻ്റെ ജനമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ദൈവത്തിൻ്റെ ജനം. അപ്പോൾ ദൈവത്തിൻ്റെ ജനം, അപ്പോൾ ദൈവത്തിൻ്റെ മകൾ, ദൈവത്തിൻ്റെ മകൻ അതാരായിരിക്കും? അത് പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നവരെ അല്ലേ? ലോകാത്മാവിനാലല്ല, ദുഷ്ടാത്മാവിനാലല്ല, സുവിശേഷത്താൽ നയിക്കപ്പെടുന്നവരാണ്. 8:14 എടുത്തേ. റോമ ശ്രുതികടെ ഹല്ലേലൂയ. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ സുവിശേഷത്താൽ നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സുവിശേഷം അനുസരിച്ചുകൊണ്ട് ജീവിതം ഒന്ന് പുനഃക്രമീകരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ജനമാവും. വിസിറ്റിംഗ് പെട്ടെന്ന് നടക്കും. വിസിറ്റിംഗ് നിസ്സാരമായൊരു കാര്യമാണ്. നമ്മൾ ഓക്കെ ആണെങ്കിൽ ഏത് സമയത്തും വിസിറ്റിംഗ് നടക്കും. എല്ലാ കാര്യത്തെക്കുറിച്ചും ദൈവം നേരിട്ട് നമ്മളോട് വന്ന് സംസാരിക്കും. അത് പഴയ സുവിശേഷത്തെ മാത്രമല്ല, ഈ കാലങ്ങളിൽ സാധാരണ മനുഷ്യരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും അനുഭവിക്കുന്നൊരു വിഷയമാണ്. ഇപ്പം തന്നെ ഇയാളുടെ ടോമിയുടെ കാര്യം എന്താ? ടോമിയോട് പറഞ്ഞത്, ഉടമ്പടി എടുത്തിട്ട് ആ ചേച്ചിയും മകളും കൂടി വന്ന് കുഞ്ഞും കൂടി വന്ന് പറഞ്ഞത് എന്താണ്? നീ ഡേറ്റ് ഇടാൻ പറഞ്ഞ്. അപ്പോൾ ടോമി ഒരു ഡേറ്റ് ഇടും. എന്താ ഡേറ്റ്? വളരെ അടുത്ത ഡേറ്റ് ഇടും. 7-ാം തീയതി. 7-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് എന്താ പറയണത്? ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന കാരണം ഒരു പ്രശ്നമുണ്ട്. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ 32:8 എടുത്ത് ശ്രുതികടെ ഹല്ലേലൂയ. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇതെന്നെ പരിപാടി. പണ്ട് പോയ സങ്കീർത്തന കാലങ്ങളിലുണ്ടായിരുന്ന അതേ ദൈവം തന്നെയാണ് ഇന്ന്. അപ്പോൾ ഈ ടോമിനോട് പറയും, നീ ഇസ്രയേലിൽ നിന്നൊരു വിസ നോക്കാൻ പ്രതീക്ഷിക്കാൻ പറയും, എന്നിട്ട് ഡേറ്റ് ഇടാൻ പറയും. അതാരാ പറയണത്? വേറെ ആരും പറയണതല്ല. ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്. ഇവന് ഇസ്രയേലും അറിയാൻ പാടില്ല, ഇംഗ്ലീഷും അറിയാൻ പാടില്ല. നിങ്ങൾ നോക്കിയ ഒരു മനുഷ്യൻ, അയാളൊരു പാവപ്പെട്ട മനുഷ്യനാണ്. അയാളെ കണ്ടാൽ നമുക്ക് സങ്കടം വരുമ്പോൾ അയാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ചെറുതായിട്ട് പഠിച്ച കാലത്ത് എന്തോ പഠിച്ചെന്നല്ലാതെ അതിന് പ്രത്യേക സ്പെഷ്യൽ കോഴ്സൊന്നും എടുത്തിട്ടില്ല. ഇയാളോട് പറയണത് എന്താണ്? നീ ഇസ്രയേലിലെ ഒരു വിസ പ്രതീക്ഷിക്കാൻ പറയും. അപ്പോൾ ഉടനെ ഇവൻ എന്നാ പറയണത്? ആ ചേച്ചി പറയണമായിട്ട് നോക്കിയിട്ട്, ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഉള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബോധ്യമായിട്ട് നോക്കിയിട്ട് തമ്മിൽ ലിങ്ക് ചെയ്ത് പറയും, കർത്താവേ, എനിക്ക് 7-ാം തീയതി ഇസ്രയേലിൽ നിന്നൊരു കോൾ വേണം. 7-ാം തീയതി. ഇവന് ഇസ്രയേലും അറിയാൻ പാടില്ല, ഇസ്രയേലിൽ ആരും ഇവന് ഇല്ല, ഒരു ബന്ധവുമില്ല. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഷയം ദൈവം ടേക്കപ്പ് ചെയ്താൽ നമുക്ക് വേണ്ടിയിരുന്നത് വിശ്വാസം മാത്രമേ ഉള്ളൂ, ചലിക്കാത്ത വിശ്വാസം. ചില ആൾക്കാർക്ക് ഭയങ്കര ബ്ലെസ്ഡാണ്.
അവർക്ക് വിശ്വാസത്തിൻ്റെ അത് ചലിപ്പുണ്ടാകത്തില്ല. വെള്ളം ചേർക്കാത്ത വിശ്വാസമാണ് അതിനകത്ത് വരുന്നത്. അവർ എന്നോട് പറയണത്, അവർ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം, ടോയ് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം, ഞാൻ 7-ാം തീയതി ഫിക്സ് ചെയ്ത് കർത്താവിനൊരു ഡേറ്റ് ഇട്ട് കൊടുത്ത്, കർത്താവിന് എന്താണ് ഇത് പറഞ്ഞ് എനിക്ക് ഇസ്രയേലിനൊരു കോൾ ഫോർ വേണം, അന്വേഷണം വേണം എന്ന്, 7-ാം തീയതി വേണമെന്ന്. അപ്പോൾ ഇവൻ 7-ാം തീയതി 10 മണിക്ക് നോക്കി, ഇല്ല ആരും വരണില്ല, ഇസ്രയേൽ ആരും ഇല്ലല്ലോ. അതിനുവേണ്ടി ഏജൻസിയോട് പറഞ്ഞിട്ടുമില്ല, ആരോടെ കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ മനസ്സിലുള്ള ബോധ്യങ്ങളിൽ ആണ് ഇവൻ ജീവിക്കണത്. നിങ്ങൾ ഇന്ന് ചിന്തിക്കേ, മുകളിൽ പൂവും താഴെ വേറെയില്ലാത്ത ഒരു ആശയം മാത്രമാണ് ഈ മനുഷ്യൻ. ദൈവം ഈ മനുഷ്യൻ നയിക്കുന്ന രീതികൾ നോക്കണം. ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം കളങ്കമില്ലാത്താണെങ്കിൽ ദൈവം റെസ്പോണ്ട് ചെയ്യും. കളങ്കമില്ലാത്തൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കും, ഡ്യൂപ്ലിസിറ്റ് അല്ലാത്ത കളങ്കമില്ലാത്തൊരു വിശ്വാസം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, സഞ്ചരിക്കാത്ത ഒരു വിശ്വാസം, കളങ്കമില്ലാത്ത ഒരു വിശ്വാസം. അതായത് ഈ കളങ്കമുള്ള വിശ്വാസത്തിന് ഈശോ വിളിക്കുന്നത് ഹിപ്പോക്രസി എന്ന്. ദൈവത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. നമ്മൾ ഉടമ്പടി ചിലപ്പോൾ 3 പുതുക്കി കാണും, ചിലപ്പോൾ നിങ്ങൾ സിൽവർ ഗ്രേയിൽ കാണും. പക്ഷെ നിങ്ങൾ ഹിപ്പോക്രറ്റാണെന്ന് നോക്കണം. നാഥാനിയലിനെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞ കമൻറ്റ് ഭയങ്കര ശക്തമാണ്. നാഥാനിയലിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല. അതാണ് അസസ്മെൻറ്റ്. ഇങ്ങനൊരു അസസ്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാര്യം ദൈവം വിലമതിക്കുന്ന ഒരു ക്യാരക്ടറാണത്. എന്താണ്? കളങ്കമില്ലാത്ത അവസ്ഥ. Take the bed of God. Hallelujah. യോഹന്നാൻ 1:47. യോഹന്നാൻ 1:47. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പൊ ഈ ദൈവത്തിനൊരു കുഴപ്പം പണ്ടുമുതലേ ഉള്ളത്, ഈ യഥാർത്ഥവും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ എപ്പോഴും തിരിക്കും. കർത്താവിൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ള ഒരു വീശുമുറാം അവൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ലേ? കർത്താവിന് മുമ്പ് വഴിയൊരുക്കാമെന്ന കക്ഷിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് കർത്താവിൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളെക്കുറിച്ച് ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. കർത്താവ് ഇപ്പം ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞായിരുന്നു അവിടെ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന $, ഇത്ര $ഉണ്ട്, പിന്നെ ബാക്കിയുള്ള എന്തോ മരുന്നൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഡിക്ലെയർ ചെയ്ത്. ഇതുപോലെ കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ കയ്യിലുള്ളതെല്ലാം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ് യോഹന്നാനെ വിട്ടിരിക്കുന്നത്. അതിനകത്തൊരു സാധനം വീശുമുറവാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 3:17. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. കയ്യിലിരിപ്പ് പെസകാണെന്നാണ് ആദ്യം പറഞ്ഞത്. വിശുമുറം എന്നറിയാലോ, പേറ്റണ മുറാവും, പതിരും കതിരും തിരിക്കണം മുറ അവൻ്റെ കയ്യിലുണ്ടെന്നാണ്. അവൻ്റെ കയ്യിലുള്ള സാധനം ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. പൊട്ടന്മാരാരും ശ്രദ്ധിച്ചില്ലേ ശരിക്കും പറഞ്ഞാൽ? ആ വീശുമുറവുണ്ട്, വീശുമുറവ കയ്യിലും കണ്ടേ ചിരവ് എന്തെങ്കിലും കയ്യിരിക്കട്ടെ, അതിന് എനിക്കെന്താണെന്നുള്ളതാണ് ഇത് വായിക്കണമാർക്കുള്ള റെസ്പോൺസ്. വിശുമുറവാ. ഒരാൾ വരുമ്പോൾ തന്നെ അത് ഹിപ്പോക്രസിയാണ് സത്യമാണെന്നുള്ളവരെ സ്കാൻ ചെയ്യും. ഇതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ആളും തരവും നോക്കാതെ കർത്താവിൻ്റെ അടുത്ത് വന്ന പച്ചപ്പകൽ പണിമേടിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ എന്തെങ്കിലും ഉഡായിപ്പുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് അനുദപിക്കണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം. വിശുമുറ അവൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നാഥാനിയേൽ വന്നപ്പോൾ തന്നെ സ്കാൻ ചെയ്ത്, ഞാൻ നെടുമ്പാശ്ശേരി വിമാനത്താളിരുന്നപ്പോൾ എൻ്റെ കൂടെ വന്നത് എവിടെ മനോജാര അതിനുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയോ അടുത്തെവിടെയോ പോവുകയാണ്, ബാംഗ്ലൂർ എവിടെ പോവുകയാണ്. അപ്പോൾ ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് എൻ്റെ ഡ്രൈവറെ ഒക്കെ കൊണ്ടുപോയി. അപ്പോൾ ഡ്രൈവറിനോട് അപ്പോൾ ഞങ്ങളവിടെ ഗാലറി ഇരിക്കുകയായിരുന്നു. അപ്പോൾ
അവിടെ നിന്ന് ഞാൻ എന്നാ സാറേ നിങ്ങളുടെ ബാഗ്, നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മനോജ് തപ്പി നോക്കണത്, പേഴ്സില്ല. പക്ഷേ അവിടെ സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്നിരുന്ന പോലീസുകാരൻ ഇവിടെ വന്ന് പേഴ്സ് എങ്ങനെ അവിടെ എവിടെയോ പോയതാണ്, അത് ഇയാളുടേതാണെന്ന് എങ്ങനെ മനസ്സിലാക്കി? അവിടെ മുഴുവനും ക്യാമറയാ. നമ്മുടെ ഇവിടെ ക്യാമറ വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുത്തരാണ് ഇവിടെ ഇരുത്തുന്നത്, അങ്ങനെയല്ല. അവരെ പലരവിടെ ഇരിപ്പുണ്ട്. ഓരോ ക്യാമറയ്ക്കും 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഇവൻ്റെ കയ്യിൽ നിന്ന് പേഴ്സ് പോണതും ഇവൻ തിരിച്ച് വന്ന് ഗാലറിയിൽ ഇരിക്കുന്നതും എല്ലാം അവരവിടെ റൂട്ട് ചെയ്തിട്ട് ഇവനെ വന്ന് പൊക്കി കൊണ്ട് സാധനം കൊണ്ടേ കൊടുത്തു. ഇതുപോലെ തന്നെ ഇത് മനുഷ്യന്മാർ പോലും ഇത്രയും സ്കാനിങ് ആണെങ്കിൽ ദൈവത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഒരാൾ വരുമ്പോൾ തന്നെ സ്കാൻ ചെയ്യും. എന്നിട്ട് പറയും, നഥാനിയേൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. അപ്പോൾ ഇതൊരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ, ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് കണ്ടാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലേ? കമ്മ്യൂണിക്കേഷൻ, സന്ദർശനവും അതുപോലെ തന്നെ സംഭാഷണവും ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു റിസൾട്ടാണ്, ഒരു ഫീച്ചറാണ്. ഉടമ്പടിയുടെ ഫീച്ചറാണ്. മറ്റ് പ്രാർത്ഥനകൾക്ക് ഇല്ലാത്തതും സർവ്വസാധാരണമായ ഉടമ്പടി കണ്ടുവരുന്ന ഒരു സംഭവമാണ് സന്ദർശനവും സംഭാഷണവും. അപ്പോൾ നിങ്ങൾക്ക് രോഗങ്ങൾ സുഖപ്പെടാം, നിങ്ങളെ സന്ദർശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര വെടിപ്പായിട്ട് കണ്ടിട്ടില്ലെന്ന് എൻ്റെ അടുത്താണ്. അത് ഒറ്റടക്കം പോകാത്ത കേസാണ്. നിങ്ങൾക്ക് ചില 10 കൊല്ലമായിട്ട് മക്കളില്ലായിരിക്കും. 10 കൊല്ലമല്ല, ഇപ്പോൾ ഇന്നലെയും കണ്ടപ്പോൾ 9 കൊല്ലം 10 കൊല്ലമൊക്കെയാണ് കൃപാസനത്തിലെ മക്കളുടെ നോർമൽ സാക്ഷ്യങ്ങളെന്ന് പറയണത്. പക്ഷേ ഈ കക്ഷികൾ ആരെങ്കിലും കർത്താവിനെ കണ്ടോ? കണ്ടിട്ടില്ല. എന്താ കാര്യം? കാണാൻ സമയമായിട്ടില്ല. സന്ദർശനവും സംഭാഷണവും വേറെ ഒരു സബ്ജക്റ്റാണ്, വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് വെടിപ്പ് വേണം. ഉടമ്പടി നമ്മളെ വെടിപ്പിലേക്ക് വിളിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. ഇവനിൽ എന്താണ് യഥാർത്ഥം എന്ന് പറയാൻ കാര്യം എന്താണ്? ഈശോ അപ്പം തന്നെയും മനുഷ്യന്മാർ രണ്ടായിട്ട് തിരിക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റും യഥാർത്ഥവും. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലേ. ഒരു ക്രിസ്ത്യനാണെന്ന് പറഞ്ഞാൽ പറയും, ഈശോ പറയും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയും. ക്രിസ്ത്യനാണ് പക്ഷെ കുന്നംകുളം സെറ്റാണെന്ന് പറയും. പണ്ട് കുന്നംകുളം സെറ്റൊന്നും സാധനം ഉണ്ടായിരുന്നു. റേഡിയോ, TV എന്തെല്ലാം ഉണ്ടാക്കിയാലും ശരി, എന്താണ് കുന്നംകുളംകാർ വേറെ ഒരു സാധനം ഉണ്ടാക്കും അവിടെ. അവരാണല്ലേ കേരളത്തിലെ ബിസിനസ്സുകാർ ആദ്യത്തെ. അപ്പം അതുകൊണ്ട് എല്ലാ സാധനവും അവരുണ്ടാക്കും, ഉണ്ടാക്കുകയും ചെയ്യും, വിൽക്കുകയും ചെയ്യും. പണ്ട് ഫിലിപ്സ് റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിലിപ്സ് റേഡിയോയുടെ ഡിസൈൻ മാറ്റിയാൽ കുന്നംകുളംകാരും മാറ്റും. ഇപ്പോൾ കുന്നംകുളം ചൈനീസ് സെറ്റ് അതൊക്കെ ഇന്ന് നമ്മൾ വിളിച്ചു പറയത്തില്ല, അതുപോലൊരു ബ്രാൻഡായിരുന്നു പണ്ട് കുന്നംകുളം സെറ്റിനുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേൽ എന്ന് പറഞ്ഞിട്ട്, യഥാർത്ഥ ഇസ്രയേലിൻ്റെ ഫീച്ചർ എന്താണ്? ഇവനിൽ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കത്തില്ല. മോശം ടൈം വന്നാലും യേശു തന്നെ കർത്താവ്. നല്ല കാലത്ത് യേശു കർത്താവും, മോശം ടൈം വരുമ്പോൾ പ്രാർത്ഥനയും ഇല്ല, പള്ളിപ്പോക്കും ഇല്ല, പത്രം കൊടുപ്പലും ഇല്ല, ഒന്നുമില്ല. ഡ്യൂപ്ലിക്കേറ്റാണ്. ഈ മോശം ടൈം ആരാ തരണത്? ഉടമ്പടിയിലായിരിക്കുമ്പോൾ മോശം ടൈം വന്നാൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം. ഉടമ്പടിയിലായിരിക്കുമ്പോൾ മോശം ടൈം വന്നു കഴിഞ്ഞാൽ എന്താ കാര്യം? അതങ്ങനെ വരത്തില്ല. ലോകത്തുനിന്ന് അത് വരത്തില്ല, പ്രൊട്ടക്ഷനാണ്. പിന്നെ മോശം ടൈം വരികയാണെങ്കിൽ ദൈവം നിനക്ക് തരുന്നതാണ്. എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. പോരെ അതാണ് സംഭവം. ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരാൾക്ക് മോശം ടൈം വരണം. എന്തുകൊണ്ടാണ്? അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകണമല്ല, ദൈവം തരുന്നതാണ്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26. അപ്പോസ്തല പ്രവർത്തനം 17:26. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന
കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ചില സമയത്ത് ചില കഠിനകാലം ഉണ്ടാകാം. കാര്യം എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ദൈവം നൽകുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? അത് സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ എപ്പോഴും പ്രശ്നത്തിൽ നമ്മുടെ പേഴ്സണൽ വേർഷൻ ഓഫ് ബിലീഫ് ഉണ്ട്. ഇതാണ് ദൈവം ഏറ്റെടുക്കുന്നത്. ഇപ്പം നമ്മൾ ചാറ്റ് GTP ഒക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ PhD തീസ് എഴുതത്തില്ലേ? PhD തീസ് എഴുതുന്ന ആൾക്കാരില്ലേ കോളേജിൽ കൊടുക്കുന്നതിന് വേണ്ടി, ഡോക്ടറേറ്റ് എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒത്തിരിയേറെ ആപ്പുകളിപ്പോൾ ഉണ്ട്. ചാറ്റ് GTP പോലെ കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ മൊബൈലിലും കുറേ കിടപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? മാറ്റർ നമ്മൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് തീസിൻ്റെ കൂടെ കൂട്ടിവെക്കും. അപ്പോൾ ഇതിനൊരു ആൻറ്റി ആപ്പ് വേറെ കിടപ്പുണ്ട്, പ്രൊഫസർമാരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നിൻ്റെ ഈ ഇത് മുഴുവനും അവരെ അവരുടെ സിസ്റ്റത്തിൽ ഇട്ട് നോക്കുമ്പോൾ നീ ഇത് എവിടെ നിന്നാണ് കട്ടെടുത്തതെന്നുള്ള എല്ലാവരും അവർക്ക് മനസ്സിലാകും. പിന്നെ തീസ് തള്ളിപ്പോവും. ഇതുപോലെ തന്നെയാണ് ദൈവികമായൊരു കാര്യം വരുമ്പോൾ പേഴ്സണൽ വേർഷൻ ഓഫ് യുവർ ബിലീഫ് അത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ വിശ്വാസത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് സ്വന്തമായ വിശ്വാസം ഉണ്ടാകണം. അതാണ് തൻ്റെ ജനമെന്ന് പറയുന്നത്. തൻ്റെ ജനം എന്ന് വെച്ചാൽ 2 ചോദ്യം ചോദിക്കത്തില്ലേ പത്തോസിനോട്? എന്താ ചോദിക്കുന്നത്? ഹു ഡു യു സേ ദാറ്റ് ഐ ആം? ടേക്ക് ദി ബെഡ് ഓഫ് വാട്ടർ. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 8:27. മർക്കോസ് 8:27. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? ജോസഫച്ചൻ പറഞ്ഞ വിശ്വാസത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ജീവിക്കണം ഇപ്പോഴും. പക്ഷെ അത് തൻ്റെ ജനമാകത്തില്ല നിങ്ങൾ. അത് ഞാൻ പറഞ്ഞതല്ലേ. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇതെന്തിനാണ്? അവർ സ്വന്തം അനുഭവത്തിലൂടെ, ജോസഫത്തിൻ്റെ അനുഭവത്തിലൂടെ അല്ല. അത് കുറേ നാൾ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കണം. എങ്ങനെയാണ് തൻ്റെ ജനമാകണത്? എങ്ങനെയാണ്? സ്വന്തം അനുഭവം ഉണ്ടാകണം. സ്വന്തം അനുഭവം എന്താ ഉണ്ടാകുന്നതിൻ്റെ? കാലങ്ങൾ മാറും. ഉടമ്പടിയിലായിരിക്കുമ്പോഴും ചിലപ്പോൾ നെഗറ്റീവ് കാലങ്ങൾ വരും. ഇതെന്തിനാണ്? ഇത് അവരെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പം ഈ സ്വന്തം അനുഭവത്തിൽ, അപ്പം നിങ്ങൾ ക്ലേശകാലത്ത് എന്താ ചെയ്യേണ്ടത്? ക്ലേശകാലത്ത് നിങ്ങൾ മാന്യം ഉണ്ടാക്കരുത്. പിടികിട്ടിയ പല അണ്ണന്മാരും ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നത് എന്താ? യഥാർത്ഥ ഇസ്രയേലിൽ നിന്ന് പറഞ്ഞില്ലേ? കർത്താവിൻ്റെ അസസ്മെൻറ്റിലുള്ള എന്താണ്? ആൻഡ് ദിസ് ഈസ് ട്രൂ ഇസ്രേലിയൻ ആൻഡ് ഹി ഈസ് നോട്ട് എ ഹിപ്പോക്രാറ്റ്. അവന് കാപട്യമൊന്നും ഇല്ലെന്ന് പറയാം. എന്താ കാര്യം? പണ്ട് ഇസ്രയേൽ എന്ന് പറഞ്ഞ ആൾ യാക്കോബിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. യാക്കോബ് കടിഞ്ഞുള്ള അവകാശം ഫാൻസി ഡ്രസ്സിലൂടെ അടിച്ചു മാറ്റിയ ആളാണ്. ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? വേഷപ്രച്ഛന്നം, ആളുടെ വേഷപ്രച്ഛന്നം. യേശാവ് അപ്പൻ ഇസഹാക്ക് മരിക്കാൻ നേരത്ത് അവനിഷ്ടപ്പെട്ട മകൻ, മൂത്ത മകൻ ആദിജാതൻ യേശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ എനിക്ക് കർത്താവിലേക്ക് ചേരാൻ സമയമായി. നീ കാട്ടിൽ പോയി വേട്ടയാടി ഒരു മൃഗത്തെ കൊണ്ടുപോവാ, ഞാൻ അതിനെ ഭക്ഷിച്ച് കഴിയുമ്പോൾ അപ്പവും കൂടി കൊണ്ടുപോവാ, ഞാൻ ഭക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ മനസ്സ് നിറഞ്ഞ് നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹമെല്ലാം നീ അവകാശമാക്കും. അത് അപ്പോഴ് റബേക്ക അത് പാത്ത് നിന്ന് കേൾക്കും. റബേക്കയ്ക്ക് ഇഷ്ടം യാക്കോബിനോട്.
യേശാവ് ശരീരത്തിൽ മുഴുവൻ പൂടമുള്ളവനായിരുന്നു. ഉടനെ യേശാവ് വേട്ടയാടാൻ പോയ സമയത്ത് യേശാവിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു രോമക്കുപ്പായം എടുത്ത് ഇവനെ ധരിപ്പിക്കും. എന്നിട്ട് അവിടെ ആലയിലുണ്ടായിരുന്ന ആടിനെ മുറിച്ച് കറിയാക്കി അപ്പമായിട്ട് യേശാവ് വരുന്ന മുമ്പ് യാക്കോബിനെ കൊണ്ട് കുടിപ്പിക്കും. യാക്കോബിനെ അവൻ അന്ധനായിരുന്നു ഈ ഇസഹാക്ക്. തപ്പി നോക്കിയപ്പോൾ ഇസഹാക്ക് പറയും, നിൻ്റെ ശരീരമൊക്കെ പൂടെ ഉള്ളതാണ്, യേശാവിനെ പോലെ ഇരിക്കണം, നിൻ്റെ മണം എന്ന് പറയണത് അത് യാക്കോബിൻ്റെ ആണെന്ന് അറിയാം. അപ്പം അത് നിൻ്റെ ശരീരം ഇതുള്ളതാണ്, പക്ഷേ എങ്കിലും കർത്താവിൻ്റെ വയലിലെ മണമാണ് നിൻ്റെ ശരീരം. അതായത് യേശാവിൻ്റെ ഉടുപ്പായിട്ടിരിക്കണത്. പക്ഷെ സ്വരം യാക്കോബിൻ്റെ ആണെന്ന് പറയും. എന്തിലും പക്ഷെ അല്ല, അപ്പം ഞാൻ യാക്കോബല്ല, ഞാൻ യേശാവാണെന്ന് പറഞ്ഞ് യേശാവിൻ്റെ അനുഗ്രഹം ഇവൻ അടിച്ചു മാറ്റും. ഇവൻ അടിച്ചു മാറ്റി ഇവൻ വളർന്ന് വലുതായി രക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ പുസ്തകത്തിൽ ഇവൻ റെഡ് മാർക്കാണ്. എത്രയോ വർഷം കഴിഞ്ഞ്, ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞെങ്കിലും യേശാവിൻ്റെ ആത്മസ്ഥിതി ഹിപ്പോക്രൈറ്റ് എന്നാണ് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. യാക്കോബിൽ നിന്നാണ് ഈ നെതിന്യാഹു വരെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നാലും പുസ്തകത്തിൽ കിടക്കുന്നത്, കർത്താവിൻ്റെ പുസ്തകത്തിലുള്ളത് എന്താണ്? ഈസ് എ ഹിപ്പോക്രൈറ്റ്. തൽക്കാല കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അടിച്ചു മാറ്റിയെങ്കിലും ദൈവത്തിൻ്റെ ഒത്തുതീർപ്പിന് ദൈവം ഇപ്പോഴും തയ്യാറല്ല, കർത്താവിൻ്റെ കാലത്തും തയ്യാറല്ല. എന്താ പറയണത്? നഥാനിയേൽ പറയും, ഇവന് യഥാർത്ഥ ഇസ്രായേലിലാണ്. ഹീസ് നോട്ട് എ ഹിപ്പോക്രാറ്റ്. മറ്റവൻ യാക്കോബ് ഹിപ്പോക്രാറ്റായിരുന്നു. അപ്പം ഈ യഥാർത്ഥ ഇസ്രായേലിനാകാൻ, യഥാർത്ഥ വിശ്വാസിയാകാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ ത്രില്ല് എന്താണ്? ത്രെഡ് എന്താണ്? ത്രിൽ ആൻഡ് ത്രെഡ് ഓഫ് കവനൻറ്റ്. അതെല്ലാം യഥാർത്ഥ വിശ്വാസിയാകുന്നതിന് വേണ്ടിയുള്ള ത്രില്ലാണ്. അത് ത്രില്ല് ഒരേ സമയം തന്നെ ത്രെട്ടുമാണ്. ഇതിൻ്റെ എന്താ കാര്യം? യഥാർത്ഥത്തിലേക്ക് വരണം. ഏത് കാലാവസ്ഥയിലും ഒരുപോലെ ഇരിക്കണം, എല്ലാ കാലാവസ്ഥയിലും. ഇപ്പം കടലോരത്തൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയൊക്കെ പണ്ട് കടലോരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ കാര്യം? ഉപ്പുകാറ്റടിച്ചിട്ട് തുരുമ്പിക്കും, അതിൻ്റെ അടിയൊക്കെ തുരുമ്പിക്കും. എൻ്റെ കാറ് ഒരിക്കൽ ഡ്രൈവർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോണ സമയത്ത് ഡ്രൈവറും സീറ്റും കൂടി നേരെ ഒന്ന് ഒത്തുപോയി, താഴേക്ക് പോയി. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ദൈവം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താ കാര്യം? തുരുമ്പിച്ച് അടി തുരുമ്പിച്ചിരുന്ന് അറിഞ്ഞില്ല. ഈ മനോജ് തന്നെയായിരുന്നു. കാറും ഡ്രൈവർ അതിൻ്റെ അകത്തിരുന്ന അടിയിൽ നേരെ ഇടിഞ്ഞ് താഴേക്ക് പോയി. അടിയിൽ തുരുമ്പടിച്ചതുകൊണ്ടാണ്. കാലങ്ങൾ മാറിയാൽ തുരുമ്പടിക്കരുത്. കാലാവസ്ഥകൾ മാറുമ്പോൾ വിശ്വാസത്തിൽ തുരുമ്പടിക്കരുത്. കാലാവസ്ഥകൾ മാറാൻ സാധ്യതയുണ്ട്. അതെന്തിനാണ്? നീ യഥാർത്ഥമാണോ എന്നറിയാൻ വേണ്ടിയാണ് കാലാവസ്ഥ മാറുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു 90% ഹിപ്പോക്രാറ്റ്സാണ്. എന്താ കാര്യം? അല്പം കാലാവസ്ഥ മാറിയാൽ പ്രാർത്ഥനയുടെ സമയം മാറും, ഉടനെ പത്രം കൊടുപ്പൊക്കെ മാറും. കർത്താവിൻ്റെ കയ്യിലുള്ള ഉരുപ്പടിയൊക്കെ പറഞ്ഞ് ഇത്തിരി കൂടിയ ഉരുപ്പടിയാണ്. ഒരുത്തൻ സാക്ഷ്യം പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ പത്രം കൊടുത്ത് 2 മണി രാത്രി വരെ കൊടുത്ത് ആൾക്കാരുടെ വീട് കിടന്നുറങ്ങിയവനെ മുട്ടി തുറന്ന് കൊടുത്തത്. ദൈവമേ, ഇവനെ പാരക്കടിക്കാഞ്ഞ ഭാഗ്യം. പക്ഷെ കർത്താവ് അവരോട് സഹകരിച്ച്. എന്താ കാര്യം? അവരടിച്ചില്ല. 2 മണിക്ക് ഒരു വീട്ടിൽ ചെന്നിട്ട് പത്രം കൊടുക്കുകയാണ്. ഒന്ന് ചിന്തിച്ചേക്കേ. അവൻ കർത്താവിൻ്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിനെ അറിയിക്കാൻ വേണ്ടി കൊടുത്ത് പോയി. ആരും ചലിച്ചില്ല. എല്ലാവരും ആ 2 മണിക്ക് എഴുന്നേറ്റ് എഴുന്നേൽക്കുന്ന ആദരവോടെയാണ് വാങ്ങിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഏത് മോശം ടൈമിലും കർത്താവിൻ്റെ വേല നമുക്ക് ചെയ്യാം. നമുക്ക് അഭിഷേകം കിട്ടിയാൽ മതി. കർത്താവ് അവനോട് ഉണ്ടായിരിക്കുകയും അടയാളം കൊണ്ട് വചനം. അതാ 16-20 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ 2 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾ ഒരു ഇടവപ്പള്ളി മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട് പത്രം. ഇപ്പം ചില ആൾക്കാരോട് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇടവപ്പള്ളി പത്രം കൊടുപ്പ് നിർത്തിയെന്നാണ് പറഞ്ഞത്. അവിടെ കൊടുക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയി കൊടുക്കും.
ഇടവപ്പള്ളി കൊടുക്കണം, കുഴപ്പമില്ല. കുർബാനയും കഴിഞ്ഞിട്ട് അവിടെ പോയി എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ചോട്ട് നിന്നിട്ട് വരുന്ന കൊടുത്താൽ മതിയല്ല, കുഴപ്പമൊന്നുമില്ല. കേട്ടവർ തന്നെ കേട്ടോണ്ടിരിക്കും. ഇത് ഞങ്ങൾക്ക് കിട്ടിയാണെന്ന് പറഞ്ഞാൽ പിന്നെയും കൊടുക്കും അവർക്ക്. എന്താ ഒരു പത്രം നമുക്ക് കുറഞ്ഞു കിട്ടുമല്ല, മനസ്സിലായല്ലേ? നമ്മൾ ഇടവപ്പള്ളിയിൽ പോയി എവിടെയെങ്കിലും പത്രം കൊടുക്കാൻ നിൽക്കണേ, വല്ല തെങ്ങിൻ ചാരി എവിടെയെങ്കിലും നിൽക്കും, വഴിയും ചാരി നിൽക്കും, റോഡിലേക്ക് പോകുമ്പോൾ വരുന്ന കൊടുക്കും. ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്താ കാര്യം? നമ്മുടെ കയ്യിൽ നിന്നൊരു പത്രം കുറഞ്ഞു കിട്ടുമല്ലോ. അതാണ് ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിൽ, ഇവനിൽ കാപട്യം. അപ്പം തന്നെ നിൻ്റെ അടുത്ത തീരുമാനമായില്ലേ? ഒരു പത്രം കിട്ടിയവന് പിന്നെ ഒരു പത്രം കൊടുക്കുമ്പോൾ നിൻ്റെ ഉദ്ദേശം എന്താണ്? അവൻ വായിക്കുകയല്ല ഉദ്ദേശം, നിൻ്റെ കയ്യിൽ നിന്ന് പത്രം ഒരെണ്ണം കുറഞ്ഞിരിക്കുക എന്നുള്ള ഉദ്ദേശം. അതാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് പണ്ടേ നീ കർത്താവിന് പണി കൊടുക്കുമ്പോൾ തന്നെ നീ പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഈ കർത്താവിൻ്റെ കയ്യിലുള്ള സംഭവം എന്താണ്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിൽ, ഇവനിൽ കാപട്യമില്ലെന്നാണ്. ഉടമ്പടി എടുത്തിരിക്കുക. പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മുടെ വീട്ടുകാർ തന്നെ ചോദിക്കും. എന്തുകൊണ്ടാണ്? നമ്മളെ പിഴപ്പിക്കാൻ വേണ്ടി ചോദിക്കണാണേ. അമ്മ തന്നെ ചോദിക്കും, അമ്മായിയമ്മയും ചോദിക്കും. നീ ഉടമ്പടി എടുത്താനല്ല, പിന്നെ നിനക്കെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കും. ചിലപ്പോൾ ഞാൻ അന്നേ പറഞ്ഞല്ലേ, അപ്പോഴേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മടുപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രവർത്തനം മന്ദഗതിയിലാക്കും. മടുപ്പും മന്ദതയും ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഉശിരോടെ പ്രവർത്തിക്കേണ്ടത് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ മോശം കാലാവസ്ഥയിലാണ് നല്ലവണ്ണം പ്രവർത്തിക്കേണ്ടത്. ഏറ്റവും മോശം കാലാവസ്ഥ. നമ്മൾ നല്ല റിയലായിട്ടുള്ള ആൾക്കാരാണ്, ഹിപ്പോക്രസി അല്ല, യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നത് എപ്പോഴാണ്? നമ്മൾ മോശം കാലാവസ്ഥയിലും നല്ലതുപോലെ പ്രവർത്തിക്കുമ്പോഴാണ്. മോശം കാലാവസ്ഥയിലും അങ്ങനെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട്. അവർ മോശം കാലാവസ്ഥയിലൂടെ കടന്നു പോണത്, പക്ഷേ അവർ ദൈവത്തോടുള്ള ഉത്തരവാദിത്തത്തിന് ഒരു കുറവും വരുത്തത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ കൃപയാൽ ഉടമ്പടി ജീവിതം സത്യസന്ധമായി സുവിശേഷ സാക്ഷ്യമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സെക്ഷൻ സീരീസ് ഓഫ് ടോക്ക് ആരംഭിച്ചത് ടോമിയുടെ സാക്ഷ്യത്തിൽ, ബാക്കിൽ നടന്ന ടോമിയുടെ സാക്ഷ്യത്തിലാണ്. അപ്പോൾ ടോമിയുടെ പ്രശ്നം എന്തായിരുന്നു? ടോമിയുടെ മുമ്പിൽ ഒരു അസൈൻമെൻ്റ് ഒന്നും കാണുന്നില്ല. അവൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞു, നീ 7-ാം തീയതി ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. അതിനെന്താ പറയുന്നത്? നിനക്കറിയാൻ പാടില്ലാത്ത സ്ഥലമാണ്, ഇസ്രയേലിൽ നീ ഒരു വിസ പ്രതീക്ഷിക്കാൻ പറഞ്ഞു. ഇവനോട് ആരും പറഞ്ഞില്ലേ അത്. ഇവൻ തന്നെത്താൻ എടുത്ത തീരുമാനം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് 7-ാം തീയതി 10 മണിക്കാകുമ്പോൾ പറഞ്ഞു. 7-ാം തീയതി 10 മണിക്ക് വിസ വന്നില്ല. കർത്താവിനിക്ക് അവിടെ നിന്ന് കോൾ ഫോർ ചെയ്യുമെന്നാണ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 മണിക്കും വന്നില്ല. 7:30 മണിയായപ്പോൾ എൻ്റെ ഭാര്യയുടെ ചേച്ചിക്ക് ഇസ്രായേലിൽ നിന്നൊരു കോള് വന്ന് അവിടെ ഒരാളെ ആവശ്യമുണ്ട്. അവൾ ഫോണും കൊണ്ട് എൻ്റെ ഭാര്യ അടുത്ത് വന്ന് പറഞ്ഞ്, നിങ്ങളുടെ ചേട്ടന് പോണാ വേണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. നിങ്ങളെ ഈ ടോമി എന്നൊക്കെ പറഞ്ഞ ഒരാൾ മാത്രമേ ലോകത്തുള്ളെന്ന രീതിയിലാണ് ദൈവം ജീവിക്കണത്. ഇതാണ് യഥാർത്ഥ ഇസ്രായേൽ എന്ന് പറയുന്നത്. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നീ മാത്രമേ ലോകത്തുള്ളെന്ന് ദൈവം ചിന്തിക്കും. നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ കഞ്ഞി നിൻ്റെ അടപ്പ് പുകഞ്ഞിട്ട് മതി, ബാക്കി കാര്യങ്ങളും തീരുമാനിക്കും. ദൈവത്തെ കൊണ്ട് അങ്ങനെ തീരുമാനിക്കാൻ കഴിയണം ദൈവവേദലേ. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 കൈയടിച്ചോടെ.
താരങ്ങൾക്ക് ഉയർന്നതാം പാറമേ, എന്നെയോളം കയറ്റിവെക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി നമ്മുടെ അശ്വതിയുടെ കാര്യം പറഞ്ഞില്ലേ, എന്തിനാ ഞാൻ ഇവരൊക്കെ എടുത്തിട്ടെന്നറിയാം? ഇവർക്കൊക്കെ ഒരു സ്വാധീനവും ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് കർത്താവ് എന്തുമാത്രം കരുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെയൊക്കെ ഒരു മകളെ എനിക്ക് ഉള്ളൂ എന്നും പറഞ്ഞൊക്കെയുള്ള രീതിയിലാണ് ദൈവത്തിൻ്റെ ഒരു പുറപ്പാട്. അശ്വതി എന്താ പ്രശ്നം? അശ്വതിക്കുള്ള ലാഭം പൂട്ടുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് എന്നോട് പറഞ്ഞു ചെറുകിട വ്യവസായികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചെറുകിട വ്യവസായികൾ, ഇപ്പോൾ ഞാൻ ഈ കുർബാനയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെറുകിട വ്യവസായികളെ ഓർക്കും. ചെറുകിട വ്യവസായം എന്നൊക്കെ പറഞ്ഞില്ലേ, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. പന്നി വളർത്തിയും ആട് വളർത്തിയൊക്കെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, ചെറിയ ഹോൾസെയിൽ കട, ചെറിയ ബേക്കറി കട, ഇങ്ങനെ കൊണ്ട് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു ഇക്കോണമിക് സിസ്റ്റത്തിൽ ഇവർ ശരിക്കും ശ്വാസം മുട്ടണുണ്ടായി. ഗവൺമെൻറ് സത്യസന്ധമായ ജനകീയ ഗവൺമെൻറ്, ഇപ്പോൾ മോഡി ആയാലും പിണറായി ആണെങ്കിലും ഈ ഇടത്തരം വർഗ്ഗക്കാരാണ് ശരിക്കും പറഞ്ഞാൽ അവർ അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് രാജ്യം അഭിവൃദ്ധിപ്പെടുന്നത്. ഇടത്തരം കർഷകരായാലും ശരി, ഇടത്തരം കച്ചവടക്കാരായാലും ശരി, അവർ അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് രാജ്യം അഭിവൃദ്ധിയിലാണെന്ന്. അവർ ആത്മഹത്യ മൂഡിലാണെങ്കിൽ രാജ്യം ആത്മഹത്യ മൂഡിലാണെന്ന് ഇവർ മനസ്സിലാക്കുന്നതാണ് ശരിക്കും. ഇപ്പം കർത്താവിനോട് പറഞ്ഞത് ഇടത്തരം ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത, അവർക്ക് എവിടെയെങ്കിലും മുങ്ങിപ്പോയാൽ ആരും പൊക്കിയെടുക്കാൻ ഇല്ലാത്ത ആൾക്കാരില്ലേ, ഇനി അവരൊന്ന് സ്തുതിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എല്ലാ ഉപജീവന മാർഗങ്ങളെയും സംവിധാനങ്ങളെയും ആരാധനയിലൂടെ പ്രത്യേകമായിട്ട് നീ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അശ്വതിയുടെ ലാവിൽ ആരും വരണില്ല. ഒന്നാമത്തെ അത് ഉള്ളിലോട്ട് മാറി നിൽക്കണതാണ്, ആരും കാണത്തില്ല. അതാണ് വിഷയം. ഇപ്പം ലാഭം ഇതുപോലെ ബേക്കറി പോലെ പൂട്ടാൻ പോവുകയാണ്. അപ്പം അശ്വതി വന്ന് മാതാവിൻ്റെ അടുത്ത് കുറേ നേരം ഇരിക്കും. എന്തിയൊക്കെ ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ധാരണയില്ലാത്ത കാരണം ഇവിടെ വന്ന് ഇരുന്ന് മാതാവിൻ്റെ അടുത്ത് കുറച്ച് കണ്ണീരിട്ടും പോകും. അത് ആൾക്കാർ ചില ആൾക്കാരൊക്കെ ചെയ്യണം അങ്ങനെയാണ്. ഇവിടെ വന്ന് ആദ്യമൊക്കെ ഈ ആൾക്കാരുടെ ബഹളം കാണുമ്പോൾ എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണം എന്നൊക്കെ അറിയാൻ പറ്റാതെ അവർ അന്തളിച്ച് പോകും. അവർ വന്നിരുന്ന് ഇത്തിരി കണ്ണീരിട്ടും പോകും. പക്ഷെ മാതാവ് അവിടെ കൂടെ പോകും. അതാണ് കുഴപ്പം. അപ്പോൾ അവൾക്ക് തോന്നി എന്നാൽ പിന്നെ ഉടമ്പടി എടുത്തേക്കാൻ തോന്നി. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവർക്കുള്ള ഒരു ജ്വരം എന്ന് പറയണത് എപ്പോഴും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. സാക്ഷ്യം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിലുകളാണ്. നിൻ്റെ ഒരു വാതിൽ ആ സാക്ഷ്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു സാക്ഷ്യത്തിൽ ആ വാതിൽ തുറന്ന് കർത്താവ് നിൻ്റെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ ആ വാതിൽ തുറന്ന് നീ കർത്താവിൻ്റെ അടുത്തേക്ക് പോകും. രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കും. സാക്ഷ്യത്തിൻ്റെ ഗുണവതാണ്. അപ്പോൾ അശ്വതിക്ക് തോന്നി ബാങ്കിൽ പോയി ലോൺ ചോദിക്കണമെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ അവിടെ ഈ ലാഭം അവിടെ കെട്ടിടം കണ്ട ഒരു മനുഷ്യൻ ലോൺ കൊടുക്കത്തില്ലേ? കാണാൻ പറയാം. നമുക്കാരാണ് ലോണ് തരണത്? പാവി ചന്ദനം പാതാളം എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും ആൾക്കാർ മനസ്സിടിഞ്ഞ് കിടപ്പുണ്ടേ. അശ്വതി അങ്ങനെ ഒരു സംഭവമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ ഇവർ എംപവറായി. ഇവർക്ക് ഏത് മാനേജറിൻ്റെ അടുത്തും പോയി ചോദിക്കാനുള്ള ചങ്കൂറ്റം മാതാവ് കൊടുത്തു. മാതാവിന് പണ്ട് ചങ്കൂറ്റമുള്ള കൂട്ടത്തിലുള്ളതാണ്. അതുകൊണ്ടല്ല ഒരു കുറേ ഇറച്ചിയുടെ മകൻ്റെ ചോര ചവിട്ടി തല പുകഞ്ഞ് താഴെ പോകാതെ മര്യാദ നിൽക്കണം കണ്ടില്ലേ? 3 മണിക്കൂറാണ് നിന്നത്. കുരിശിൻ്റെ ചുവട്ടി ആ മാതാവ് നിന്നത് 3 മണിക്കൂറാണ്. ഇത്തിരി കൂടിയ പുള്ളിയാണ്. അപ്പോൾ ആ ആളിൻ്റെ ഒരു ആത്മീയ ആവേശനം വന്നു കഴിഞ്ഞാൽ നിനക്ക് ആത്മധൈര്യം ഉണ്ടാകും ഉടനെ. ആശുപത്രി പോയി മാനേജറടുത്ത് ഞാൻ ചോദിച്ചു, മാനേജറെ ഇന്ന ലോണുണ്ടല്ല, ഞാൻ ഈ ചെറിയൊരു വ്യവസായം ചെയ്യുന്ന ആളാണ്, ബിസിനസ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിന് അപ്ഡേറ്റ് ചെയ്യണം. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്താലേ ആൾക്കാർ വരത്തുള്ളൂ. എനിക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കണം. എനിക്ക് 12 ലക്ഷത്തിന് ലോണുണ്ട്, അത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മാനേജർ പറയും, നിങ്ങൾക്ക് അതിനുള്ള സിവിൽ പോയിൻ്റ് ഇല്ലെന്ന് പറയും. സിവിൽ പോയിൻ്റ് ഇല്ലെന്ന് പറയും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ലോണിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് 90% സബ്സിഡിയാണ്, അല്ലെ ഗ്രാൻഡാണ്. ബാക്കിയാണ് കുറച്ച് ഇതുള്ളത്. പലിശ നമുക്ക് അടക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ലോണ് നിങ്ങൾക്കറിയാമല്ലോ, ബാങ്കിലൊക്കെ ഇങ്ങനെയുള്ള ലോണെന്ന് പറയുമ്പോൾ
അവർ അഡ്ജസ്റ്റ്മെൻറ്റ് ലോണാണ്. അവരുടെ ആൾക്കാർക്കൊക്കെ അവർ ഒപ്പിച്ച് കൊടുക്കണമെന്നല്ല. അതിനകത്ത് എല്ലാവരും ഉണ്ടാവും, പാർട്ടിക്കാരും ഉണ്ടാവും, ബാങ്ക് മാനേജറും ഉണ്ടാവും, ബോർഡ് മെമ്പേഴ്സും ഉണ്ടാവും. അവർക്ക് കളി അറിയാവുന്നതുകൊണ്ട് അവരുടെ ചിറ്റപ്പന്മാർക്ക് അങ്കിളുമാർക്കൊക്കെ ഇത് സാധനം കിട്ടും, അങ്ങനെ കിട്ടും. അതാണ് ഇതിൻ്റെ രീതികൾ. എല്ലാ ബാങ്കും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ലോകത്തിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഗവൺമെൻറ് പൂർവ്വ ഇതുപോലെ ഉണ്ട്, ഒത്തിരിയേറെ ഷെഡ്യൂളുണ്ട്. പക്ഷേ അതായത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കത് തുറന്ന് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ മാതാവിനെ വിളിച്ചുകൊണ്ടാണ് പോകണമെങ്കിൽ, അതുകൊണ്ട് ഇവളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് എവിടെ പോയാൽ ഉപ്പെടുത്തിടുവോള്. ആദ്യം തന്നെ ചെയ്യണത് എന്താണ്? ഈ വിശ്വാസ പ്രയോഗം ഉടമ്പടി കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഈ കാലഘട്ടത്തിൻ്റെ ആധ്യാത്മികതയിൽ പുതുതായിട്ട് അഡീഷൻ ചേർത്തിരിക്കുന്നത് എന്താണ്? പഴയകാല വിശ്വാസ പ്രയോഗങ്ങളെ പുനരുജ്ജീവിപ്പിച്ചു. പഴയകാലത്ത് വിശ്വാസമൊക്കെ രൂപപ്പെട്ട് വരുന്ന കാലത്ത് ദൈവം വിശ്വാസ പ്രയോഗങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് അത് ദൈവനാമത്തിൽ അത് പ്രയോഗിച്ച് കഴിയുമ്പോൾ അതിന് ദൈവത്തിൻ്റെ ശക്തിയുടെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഉടമ്പടി അത് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, സംഭവം പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അശ്വതി ഇവിടെ പോയാലും വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഉപ്പിടും. വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അതിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും, വിശ്വാസപ്രമാണം അതിൻ്റെ സിദ്ധാന്തമാണ്, തിയറി. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പ്രയോഗം എന്താണ്? ആ ഉപ്പ് നിക്ഷേപിക്കുന്നതാണ് പ്രയോഗം എന്ന് പറയണത്. ഇപ്പം നമ്മൾ കാശ്മീരൊക്കെ കുഴിച്ചെടുത്തില്ലേ, അപ്പം അച്ഛൻ പറഞ്ഞ് കാശ്മീരം കുഴിച്ചിടുന്നില്ല, സ്ഥാപിക്കണം നമ്മൾ ചെയ്യണത്. എന്താ കാര്യം? കുരിശ് ഭൂമിയിലായി സ്ഥാപിച്ചത് ആരാണ്? ഈശോയാണ്. ഈ കുരിശ് സ്ഥാപിച്ചുകൊണ്ടാണ് ലോകത്ത് രക്ഷ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ എന്തെങ്കിലും സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അത് ദൈവനാമത്തിൻ്റെ ആണെങ്കിലുണ്ടെങ്കിൽ വിടുതലിൻ്റെ പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് കാശ് രൂപ യേശുനാമത്തിൽ സ്ഥാപിക്കണത്. നിങ്ങൾ കുഴിച്ചിടണം നിങ്ങൾ ഒരിക്കലും പറയരുത്, സ്ഥാപിക്കുകയാണ് ചെയ്യണത്. അത് ആദ്യം ചെയ്ത് പിതാവായ ദൈവമാണ് ഈ കുരിശ് ഭൂമി കുഴിച്ചിട്ടിരിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഭൂമിയിലെ വിശ്വാസം സ്ഥാപിക്കും. ആ സ്ഥലം കർത്താവിൻ്റെതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ കർത്താവിൻ്റെതാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങളെല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. പക്ഷേ അതിക്ക് മുമ്പ് നിങ്ങളിത് പ്രയോഗിക്കാനും പ്രഖ്യാപിക്കാനും പോരുന്ന ആളാണെന്ന് ദൈവത്തിന് തോന്നണം. അതാണ് വിഷയം. ചില ആൾക്കാർ പ്രഖ്യാപിച്ചിട്ടും പ്രയോഗിച്ചിട്ടും ഒക്കാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? നിങ്ങളെ ദൈവത്തിന് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. കാര്യം എന്താ പിടിക്കാത്തതിൻ്റെ കാരണം? ഒന്ന്, നിങ്ങളുടെ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ പഴയ പുതപ്പെടുത്ത് പുതക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതാണ് പ്രശ്നം. അത് വലിയ അപകടമാണ്. നിങ്ങളുടെ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി, നേടാനുള്ളത് നേടിക്കഴിയുമ്പോൾ പഴയ തെരസ്യാമ്മയായിട്ട് മാറും. അത് ദൈവത്തിന് അറിയാം. ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ മുമ്പിൽ കണ്ണി പൊടിയിടാവുന്ന പോലെ ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടാൻ പറ്റാത്തത് കൊണ്ടാണ് യഥാർത്ഥ ഇസ്രയേൽ എന്ന് പറയണത്. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഒരു അഭ്യാസമൊക്കെ കാണിച്ച് ഇങ്ങനെ നല്ല പിള്ള ചമഞ്ഞൊക്കെ നിൽക്കുമ്പോഴും ഇനി ഒരു കാലത്ത് ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ പഴയ വേഷം എടുത്ത് കെട്ടുകയാണെങ്കിൽ ദൈവത്തിന് ഇപ്പം അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ പ്രയോഗിച്ചിട്ട് ഒക്കാത്തതിൻ്റെ കാരണം എന്താണ്? നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നാണ് പറയണത്. റബ്ബി, അങ്ങേക്ക് എങ്ങനെ അറിയാം? അപ്പം നിൻ്റെ പഴയ ചലനങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ടെന്നാണ്. നിൻ്റെ നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ന് പറയും. അപ്പം പഴയ ചലനങ്ങളിൽ എനിക്കറിയാം. ഇതുപോലെ തന്നെയാണ് കുഴപ്പം. നീ ഇവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. നാഥാനിയൻ്റെ അടുത്ത് അത്തിവൃക്ഷത്തിന് ചുവട്ടിലായിരുന്നപ്പോൾ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. യോഹന്നാൻ 1:48. യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പം അത്തിമരത്തിന് ചുവട്ടിലിരിക്കുന്ന സമയത്ത് ഈശോ അവനെ കണ്ടെന്നാണ് പറയണത്. ആ കാഴ്ച എന്താണ്? വിദൂര കാഴ്ചയാണ്. ദൈവികമായ കണ്ണുകളെ കൊണ്ട് കണ്ടതാണ്. ഈ കണ്ട കാഴ്ച തന്നെയാണ് വെള്ളത്തിൻ്റെ കർത്താവിനോട് വന്ന് 10 ദിവസം ചോദിക്കുന്നില്ലേ?
നമ്മൾ നികുതി കൊടുക്കണോ, മക്കൾ നികുതി കൊടുക്കണോ എന്ന് ചോദിക്കും. നമ്മുടെ നികുതി ദേവാലയ അധികാരികൾ നികുതി പിരിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ, ശിമയോനെ നിനക്കെന്ത് തോന്നുന്നു? മക്കളാണോ നികുതി കൊടുക്കേണ്ടത്, അടിമകളാണോ? അപ്പോൾ ശിമയോൻ പറയും, അടിമകളല്ലേ നികുതി കൊടുക്കേണ്ടത്, കപ്പം കൊടുക്കേണ്ടത്. ശരി. അപ്പോൾ കർത്താവ് ചോദിക്കും, അപ്പോൾ മക്കൾ സ്വതന്ത്രരാണല്ലോ. തീർച്ചയായിട്ടും, അപ്പോൾ നമുക്ക് കൊടുക്കണ്ട എന്ന് പറയാം. അങ്ങനെയല്ല, മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി എനിക്കും നിനക്കും വേണ്ടി നീ നികുതി കൊടുക്കണം. എന്തിനു കൊടുക്കണം? നീ കടലിൽ പോയി ചൂണ്ടയിടണം, ഒരു മത്സ്യം കിട്ടും. ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടെ പീറ്റേഴ്സ് ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷുണ്ട്. നമ്മുടെ കരിമീൻ പോലെ ഇരിക്കും. അതാ ഗലീല കടലിൽ ഒത്തിരി ഉള്ളതാണ്. ഒരെണ്ണത്തിന് 700 രൂപയാണ് വില, ഒരെണ്ണത്തിന്. നമ്മുടെ ഇവിടുത്തെ 700 രൂപയാണ്. അവർ 2 ഒലിവുകായും കുറച്ച് ഒലിവെണ്ണ ഒഴിച്ച് ഇങ്ങനെ പൊള്ളിച്ച് നമുക്ക് ഇങ്ങോട്ട് തരും. ഈ പീറ്റേഴ്സ് ഫിഷ് എന്ന് പറയുന്ന സംഭവത്തിലാണ് കർത്താവ് പറയണത്, ഇതിൻ്റെ വായിലൊരു സ്ഥാദ്യോനം ഉണ്ടാകുമെന്ന് പറയും. ഒരു സ്വർണ്ണനാണയമാണ്. അതെടുത്തിട്ട് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്കാൻ പറയാം. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 17:27. മത്തായി 17:27. എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. എന്താ പ്രശ്നം? കടലിൽ കൂടി ഒഴുകിപ്പോകുന്ന, കടലിൽ കൂടി നീന്തിപ്പോകുന്ന മത്സ്യത്തിൻ്റെ വായിരിക്കുന്ന നാണയത്തെ പോലും, അല്ലെങ്കിൽ കരിമീൻ പോലെ ടൈപ്പിനുള്ള പരിപാടിയാണ്. എന്ത് കിട്ടിയാലും അവൻ വിഴുങ്ങി വെക്കും അതിൻ്റെ അകത്ത്. അങ്ങനെ എന്തോ നാണയം വിഴുങ്ങിയ, പക്ഷേ ഈ ബൈബിൾ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിന് വേറെ ചില കൊണോട്ടേഷൻ കണ്ടുപിടിച്ച് ലോജിക്കാക്കി കളയും. ഇങ്ങനെ അവരുടെ പണ്ടുമുള്ള അസുഖമാണ്, ചെറിയൊരു അസുഖമാണത്. എല്ലാം പറഞ്ഞ് ലോജിക്കാക്കി കളയും. അങ്ങനെയൊന്നുമല്ല. ഇതിൽ റിയലായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ്, കടലിൻ്റെ അടിയിൽ കൂടി പോകുന്ന മത്സ്യങ്ങളെ കർത്താവ് നേരിട്ട് കാണുകയാണ്. ദാനിയേലിനെ കണ്ടതുപോലെ. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊരു ഓട്ടോമാറ്റിക് സ്കാനിങ് നടക്കണ കാരണം നമ്മൾ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ ഈ മത്സ്യത്തിൻ്റെ വായിലെ സ്വർണ്ണനാണയം കണ്ട കർത്താവ് നീ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിൻ്റെ അവസ്ഥയും കാണുന്നുണ്ടാവും. അതാണൊരു കുഴപ്പം. അതുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് ഓഡിറ്റിങ് നടക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഓഡിറ്റിംഗ് ഉള്ളത് കാരണം നമ്മൾ ഫ്രോഡാകാൻ പറ്റത്തില്ല. കാര്യം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാ, ഒരു യഥാർത്ഥ ഇസ്രായേലിൻ ഇവർ കാപഠ്യമില്ല. നമ്മുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കാപഠ്യമില്ലാത്ത ഒരു പേഴ്സണാലിറ്റി ഉടമ്പടിക്ക് ശേഷവും രൂപപ്പെടുത്തിയെടുക്കണം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അശ്വതി എന്നാ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അശ്വതി ഉപ്പ് കൊണ്ടുപോയി ബാങ്ക് മാനേജറിൻ്റെ വിശ്വപ്രമാണം ചെയ്ത് വരാന്തിരിടും. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണല്ലോ ഒരു പ്രയോഗം. കർത്താവേ, എൻ്റെ കഴിവല്ല നിൻ്റെ കൃപയെന്ന് പറയും. അതാണ് ഉപ്പിടുന്നതിൻ്റെ ഉദ്ദേശം. അധികാരം, അവകാശം, കർത്താവിൻ്റെ അവകാശമാണിത്. ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു എന്ന് പറയത്തില്ലേ? ആകാശവും ഭൂമിയും, ഈ ഭൂമിയിലുള്ള മുഴുവനും നമ്മൾ ഒപ്പിടുമ്പോൾ എന്താ പറയണത്? ദൈവത്തിൻ്റെ അധികാരം അവിടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഈ ഉപ്പിൻ്റെ പ്രയോഗത്തിലൂടെ. എന്നുവെച്ചാൽ എനിക്കിവിടെ സ്വാധീനമില്ല, പാർട്ടിക്കാരില്ല, എനിക്ക് പണമില്ല, എന്നെ സ്വാധീനിക്കാൻ, എനിക്ക് സഹായിക്കാൻ ആളില്ല. എനിക്കെൻ്റെ കർത്താവ്, നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. എങ്ങനെയുള്ള കർത്താവാണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ബാങ്ക് മാനേജരെ ഇത്രയും അപ്പോൾ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ
ബാങ്ക് മാനേജർ. അപ്പോൾ അശ്വതിയുടെ ചേച്ചി എന്ന് പറയും, എപ്പോഴും കുറ്റം പറയും. അവൾക്ക് വിശ്വാസമില്ല, തുള്ളി പോലും വിശ്വാസമില്ല. അപ്പോൾ പറയും, നീ എപ്പോഴും ഈ സാക്ഷ്യം വെച്ചുകൊണ്ടിരിക്കണം, അച്ഛൻ്റെ പ്രസംഗം വെച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കും. അതാണ് വിഷയം. ആ പ്രസംഗം കേൾക്കണമെങ്കിൽ ഒരു അഭിഷേകം ഉണ്ടാവണമല്ലോ, കർത്താവിൻ്റെ ഒരു അട്രാക്ഷൻ വേണമല്ലോ. കാര്യം എന്താ കാര്യം, നോട്ട് ബൈ മെറിറ്റിലാണെങ്കിൽ നിൽക്കണത്. കാര്യം നമുക്ക് ഒരിടത്തും ആരുമില്ല, കർത്താവാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇവർ അശ്വതി ജീവിക്കണത്. അവസാനം അശ്വതിയും ഈ ചേച്ചിനെയും കൊണ്ട് അവിടെ ബാങ്ക് മാനേജർ കാണിക്കും. അവിടെ കാര്യങ്ങളെല്ലാം പറയുന്നില്ല, അവതാ പറയാവുന്നല്ലാതെ ആരും അനക്കമില്ലാത്തപ്പോഴാണ് ഇവിടെ ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കർത്താവിനെ ബാങ്ക് ഏൽപ്പിച്ചും പോരണത്. പിന്നീട് നടക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഏതാണെന്ന് ലോണെന്ന് വെച്ചാൽ ഒരു സിവിൽ പോയിൻറ്റും ഇല്ലാതെ, അതായത് ഒരു നിമിഷം ആദ്യം വന്നപ്പോൾ സിവിൽ പോയിൻ്റ് ഇല്ല. കമ്പ്യൂട്ടറിൽ നമുക്കറിയാൻ പറ്റും, നമ്മുടെ മൊബൈലിൽ നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ സിവിൽ പോയിൻ്റ്. അപ്പം അത് സിവിൽ പോയിൻ്റ് ഇല്ല. പക്ഷേ ഉപ്പ് ഇട്ട് വിശ്വാസപ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ച് കർത്താവിന് ആ വിഷയം ഏൽപ്പിച്ചു. അല്ല ഉപ്പിട്ടതിൻ്റെ അകത്ത് ഒരു മാസ്മരവിദ്യം മന്ത്രവിദ്യം പറയുകയല്ല, ഒരു വിഷയം കർത്താവിനെ ഏൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ചില വിശ്വാസ പ്രയോഗങ്ങളാണത്. അപ്പം നമ്മൾ പക്ഷേ അതിന് കറസ്പോണ്ട് ചെയ്ത് വിശ്വസിച്ച് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ദൈവം അതിനകത്ത് ഇടപെടും. എന്താ കാര്യം, അത് നോട്ട് ബൈ മെറിറ്റാണ്, നമുക്ക് മെറിറ്റില്ല. പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്, ബട്ട് ബൈ ഗ്രേസ് ആണ്. ഗ്രേസ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഇവർ നോക്കുമ്പോൾ ഇവർക്ക് സിവിൽ പോയിൻ്റ് കറക്റ്റാകും. സിവിൽ പോയിൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റാകും. കറക്റ്റായി കഴിഞ്ഞിട്ട് ഇവൾക്ക് 18 ലക്ഷത്തിന് ലോൺ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് 12 ലക്ഷം തിരിച്ചടക്കേണ്ട കാര്യമില്ല. അതായത് സീറോയിലുള്ള ആൾക്കാരെ, സ്വാധീനമില്ലാത്ത ആൾക്കാരെ മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിച്ചുകൊണ്ട് തകർന്ന ജീവിതത്തെ സമുദ്ധരിക്കുന്ന കാഴ്ചയില്ലേ? കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഴുന്നേൽക്കുക. സമാപനാശീർവാദത്തിന് സമയമാണ്. രോഗസൗഖ്യ പ്രാർത്ഥന ആദ്യമേ തന്നെ ഈശോ നടത്തിയായിരുന്നു. അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴ് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, എന്തെങ്കിലും ഒരു നിയോഗം ഉണ്ടാവില്ല മക്കളെ. നിങ്ങൾ അതിരാവിലെ കർത്താവിൻ്റെ അടുത്ത് എത്തുന്നതിന് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും നിയോഗങ്ങളുണ്ടാവും. അത് നിങ്ങൾക്ക് ഈശോയോട് പറയേണ്ട സമയമാണിത്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിൻ്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകകരം അങ്ങനെ ഓരോ മക്കളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ അങ്ങനെ അവകാശമോഹരിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, വിടുതൽ ഞങ്ങളെ കൊടുക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ എന്നിൽ നിറയണമേ സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് മനസ്സർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ ദിവ്യമായ നിമിഷങ്ങളിലെ കർത്താവിനെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഈ അൾത്താറയിൽ നടന്നിട്ടുള്ള 10,000 ആരാധന, കൃപാസനത്തിൻ്റെ നേതൃത്വത്തിൽ ശുശ്രൂഷയിൽ നീ നടത്തിയിട്ടുള്ള
ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാല മഹാറാലികളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, അങ്ങനെ കണ്ണീരിൻ്റെ കാലം, അങ്ങനെ മക്കളുടെ കണ്ണീരിൻ്റെ കാലത്ത് അവിടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട് ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നാഥാ വരണമേ, കർത്താവ് വീടില്ലാത്തവർക്ക് വേണ്ടി അങ്ങയുടെ ദൃശ്യനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ആകപ്പാടെ ആശങ്കാകുലമായ കുഴഞ്ഞു മറിഞ്ഞ ജീവിത പരിസ്ഥിതിയിലുള്ളവരെ ഒരു തെളിനീരിന് വേണ്ടി, ജീവിതം ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടി, കർത്താവ് ആകപ്പാടെ ഇരുട്ട് കയറിയിട്ടുള്ള മക്കൾ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, ആര് തുടങ്ങും, എങ്ങനെ ചെയ്യുമെന്നറിയാൻ പറ്റാത്ത ഒരു എത്തും പിടിവില്ലാത്തവർ അവിടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടേ ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട്, വെളിച്ചമുണ്ടാക്കിക്കൊണ്ട് കർത്താവ് ഇരുട്ടിനെ കർത്താവ് ശാസിച്ച് മാറ്റിയവനെ അനേക മക്കളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വെളിച്ചം കർത്താവ് തിരഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരെ, മക്കളുടെ മദ്യപാന ശീലങ്ങളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരെ, ജോലിയെ സംബന്ധിച്ചില്ല, ജോലി നഷ്ടപ്പെട്ടു പോയ മക്കൾ, അതുപോലെ തന്നെ കർത്താവ് പുതുക്കാത്ത മക്കൾ, പുതുക്കാൻ കഴിയാത്ത മക്കൾ, കർത്താവ് അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പഠനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, പഠനങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴേ കർത്താവിടെ ജോലിയില്ലാത്ത അവസ്ഥകളിൽ തിരിച്ചു പോരേണ്ടി വരുന്നവരെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാനസികമായ രോഗികൾ, മറ്റു തരത്തിലുള്ള ശാരീരികമായ ചലഞ്ചുകൾ നേരിടുന്ന മക്കൾ, നിന്റെ തിരുമുറിവാണെന്ന് വലത് കർത്താവ് മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക തകർച്ചയുള്ളവർ, ജോലി സ്ഥിരതയില്ലാത്തവർ, കടകമ്പോളങ്ങളെല്ലാം കർത്താവ് അടഞ്ഞു കിടക്കുന്നവർ, വാടക ലഭിക്കാത്തവർ, കർത്താവ് കെട്ടിടങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നവർ, കെട്ടിടങ്ങളിലുള്ള പണമെല്ലാം ഒരു സ്ഥലത്ത് കുന്നുകൂടി പോയി അവിടെ തിരിച്ചു കിട്ടാൻ മാർഗമില്ല, ഒരു ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല, വഴിമുട്ടി ഗതിമുട്ടി കർത്താവെ വല്ലാത്തിരുന്ന് ഞെരുങ്ങുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ശക്തിയാൽ അവൻ്റെ നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ ഈ നിമിഷം മാറിപ്പോകട്ടെ പ്രാർത്ഥിക്കുന്ന ശ്രുതികട. ഹല്ലേലൂയ, കർത്താവെ, മക്കളില്ലാത്ത ദമ്പതികളെ, വിവാഹം ഒത്തുവരാത്തവര്, തൊഴിൽ തുടങ്ങി വെക്കാൻ അവസ്ഥ അതിനൊരു മാർഗം കാണാത്തവരെ, തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കുന്നവരെ കർത്താവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സമാധാനം ഇല്ലാത്തവരെ, കുടുംബജീവിതം തകർന്നു പോയവരെ, ഭർത്താക്കന്മാർ പിരിഞ്ഞു പോയവരെ, വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് എന്തെല്ലാം തരത്തിൽ വേണ്ടിയാണോ അങ്ങയുടെ മക്കൾ ഉടമ്പടിയിലേക്ക് വന്നിരിക്കുന്നത്, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കണം, ഇപ്പോൾ പ്രാർത്ഥന ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുന്ന അവിടെ മേലെല്ലാം കർത്താവിന്റെ ശക്തി ഉൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാപന ആശീർവാദം സ്വീകരിക്കേണ്ട സമയമാണ്. മൗനമായി നിങ്ങളുടെ വിഷയങ്ങൾ ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിൽ വന്നിരിക്കുന്നവരും കർത്താവിന്റെ തിരുസന്നിധിയിൽ മാതാവിന്റെ മധ്യസ്ഥ സമർപ്പിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക്
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ.